എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് കോടിക്കണക്കായ സൃഷ്ടിജാലങ്ങളെ ഈ ലോകത്ത് സൃഷ്ടിച്ചു. ഗവേഷകന്മാരുടെ ഗവേഷണത്തിന് വിധേയമായ ശാസ്ത്രലോകം എന്ന് പറയുന്നത് 6 കോടികളിൽ പരം വരുന്ന സൃഷ്ടിജാലങ്ങളെയാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഭൗതിക ലോകത്ത് സൃഷ്ടിച്ചത്. എന്നാൽ ഈ 6 കോടി സൃഷ്ടിജാലങ്ങളെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഈ ഭൂമിയിൽ പടച്ചു പരിപാലിക്കുമ്പോൾ ആ 6 കോടി സൃഷ്ടിജാലങ്ങളിൽ വെച്ച് കേവലം 8 ലക്ഷം സൃഷ്ടികളെ മാത്രമാണ് മനുഷ്യന്റെ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയമാക്കി. ബാക്കിയുള്ള 5,92,00,000-ൽ പരം വരുന്ന സൃഷ്ടിജാലങ്ങളെ മനുഷ്യന്റെ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയമാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അവന്റെ കണ്ണുകൊണ്ട് ഇന്നേ വരെ കണ്ടിട്ട് പോലുമില്ല. വിശുദ്ധ ഖുർആൻ പറയാണ്, ഫസുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർള് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. മനുഷ്യനറിയാത്ത പലതും ഈ ലോകത്തുണ്ട്, നമ്മളറിയാത്ത പലതും ഈ ലോകത്തുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കോടിക്കണക്കായ സൃഷ്ടിജാലങ്ങളെ ഈ ഭൗതിക ലോകത്തിൽ സൃഷ്ടിച്ച് പരിപാലിക്കുമ്പോൾ അല്ലാഹുവിന്റെ കോടിക്കണക്കായ സൃഷ്ടിജാലങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടിയാരാ? സൃഷ്ടിവൈഭവം കൊണ്ട് എല്ലാ സൃഷ്ടികളെക്കാൾ മികച്ചു നിൽക്കുന്ന സൃഷ്ടിയാരാ എന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തീൻ വളരെ മനോഹരമായി നമ്മെ പഠിപ്പിക്കുകയാ. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യരാകുന്ന ഞാനും നിങ്ങളാ. പറയുന്നത് മനസ്സിലാവുന്നല്ലേ? അർത്ഥമെന്നല്ലേ പറയുന്നത്? ഒന്ന് പറഞ്ഞേ നിങ്ങൾ. മനുഷ്യരാകുന്ന ഞാനും നിങ്ങളുമാണ് ഞാൻ പറഞ്ഞ 8 കോടി സൃഷ്ടിജാലങ്ങളിൽ വെച്ച് 6 കോടി സൃഷ്ടിജാലങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടരായ സൃഷ്ടികൾ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ സൃഷ്ടി വൈഭവം കൊണ്ട് ഒരു സൃഷ്ടിക്ക് പോലും തോൽപ്പിക്കാൻ കഴിയില്ല. സൃഷ്ടികളുടെ കൂട്ടത്തിൽ വിവേകത കൊണ്ടും ബുദ്ധി വൈഭവം കൊണ്ടും സൗന്ദര്യം കൊണ്ടും മറ്റുള്ള എല്ലാ സൃഷ്ടികളെക്കാളും തോൽപ്പിച്ചവനാണ് മനുഷ്യരെന്ന് പറയുമ്പോ മനുഷ്യനാണ് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടി. എന്നാൽ മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉത്തമരായ മനുഷ്യരാരാ? സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ മനുഷ്യരാ. എന്നാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ മനുഷ്യരാരാ? അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഖൈറുൻ നാസി മൻ ത്വാല ഉംറുഹു വ ഹസുന അമലുഹു. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ഒരുപാട് കാലം ഈ ഉപ്പളക്കുന്നിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാ. അല്ലാഹുവിന്റെ ഭൗതിക ലോകത്ത് ദീർഘായുസ് കിട്ടിയവനെന്ന് മാത്രമല്ല, സൽക്കർമ്മങ്ങളിലൂടെ, സുഹൃതങ്ങളിലൂടെ, ആരാധനകളിലൂടെ അല്ലാഹുവിന്റെ പൊരുത്തം തേടിയവനാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യനെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. ദീർഘായുസ് കിട്ടിയ മനുഷ്യനാണ് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ദീർഘായുസ് എന്നുള്ളത് മനുഷ്യ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാ. വളരെ വിദൂരമാണ് ദീർഘായുസ് എന്നുള്ളത്. ഇന്നുള്ളവർ നാളെയില്ല, നാളെ കണ്ടവരെ അടുത്തയാഴ്ച കാണാനില്ലാത്ത ലോകം. അടുത്തയാഴ്ചയുള്ളവർ അടുത്ത മാസങ്ങളിലായി, അടുത്ത വർഷങ്ങളിലായി ഭൗതിക ലോകത്തിന്റെ പേരുമാറിൽ നിന്ന് പടച്ചവന്റെ ലോകത്തേക്ക് യാത്ര ചെയ്യുന്ന ലോകത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, ദീർഘായുസ് എന്നുള്ളത് മനുഷ്യ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല പല കാരണങ്ങളിലൂടെ പള്ളിപ്പറമ്പിലേക്ക് യാത്ര ചെയ്യുകയാണ്. അറ്റാക്കിലൂടെ, മാരക രോഗത്തിലൂടെ, വാഹനാപകടങ്ങളിലൂടെ, അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ കുഴഞ്ഞു വീഴലിലൂടെ, അതുപോലെ എണ്ണിയാൽ ഒതുങ്ങാത്ത പല പല കാരണങ്ങളെ കൊണ്ട് പള്ളിപ്പറമ്പാകുന്ന ആരുടെ മണ്ണിന്റെ അകത്തളത്തേക്ക് പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് നിങ്ങൾ പറയും, ഈ സദസ്സിലിരിക്കുന്ന പലരും പറയും, ഉസ്താദ് എനിക്കൊരു ഷുഗർ പോലുമില്ല, എനിക്കൊരു പ്രഷർ പോലുമില്ല, മരിക്കാൻ പ്രായമാവണ്ടേ ഉസ്താദേ. പലരും പറയുന്നത് അല്ലേ? മരിക്കുന്നതായിട്ട് എല്ലാവർക്കും ഗ്യാരണ്ടി ഉണ്ട്, ആർക്കും സംശയമില്ല. ആരെങ്കിലും സംശയമുള്ള ഉസ്താദേ ഞാൻ മരിക്കുകയില്ല, എല്ലാവർക്കും ഗ്യാരണ്ടി.
പക്ഷെ പിന്നെ ഒരു ഗ്യാരണ്ടി കൂടി ഉണ്ട്. ഉസ്താദ് ഞാൻ ഇപ്പൊ മരിക്കല, കാരണം ഇത് വയസ്സായി, എനിക്ക് പ്രായമായിട്ടില്ലല്ലോ. പ്രായാധിക്യം കുറഞ്ഞതുകൊണ്ട് നിങ്ങൾ മരിക്കൂല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രഭാഷണത്തിലേക്ക്, എന്റെ വിഷയത്തിലോട്ട് കടന്നു ചെല്ലുന്നതിന്റെ മുമ്പ് ഉപ്പളക്കുന്നിന്റെ പരിശുദ്ധമായ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മുഅ്മിനീങ്ങളുടെ കബറിടം കൊള്ള നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ആരൊക്കെയാണ് എന്റെ പ്രിയപ്പെട്ടവർ ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്നത്? 90 വയസ്സായ ഉപ്പാപ്പയും 80 വയസ്സായ ഉമ്മാമയും മാത്രമല്ല അവിടെയുള്ളത്, മറിച്ച് ഗർഭഗൃഹത്തിൽ 9 മാസവും 10 ദിവസവും പൂർത്തിയാകുന്നതിന്റെ മുമ്പ് ജീവന്റെ തുടിപ്പ് നഷ്ടപ്പെട്ട് ചാപ്പിള്ളയായി ഈ ഭൂമോദരതലത്തിലേക്ക് പിറന്നു വീണ ചോരപ്പൈതൽ കിടക്കുന്ന നാടാ ഉപ്പളക്കുന്നിന്റെ പള്ളിക്കാട്. പ്രസവിച്ച ഉടനെ എത്രയോ പിഞ്ചുമക്കളെ മറവ് ചെയ്യപ്പെട്ട നാടാ ഉപ്പളക്കുന്നിന്റെ പള്ളിക്കാട്. 5 വയസ്സുള്ള പൊന്നുമോൻ, 10 വയസ്സുള്ള പൊന്നുമോൾ ജീവിതത്തിന്റെ മധുരമായ പ്രതീക്ഷകൾ പൂവണിയുന്നതിന്റെ മുമ്പ് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയ മധുര 16-കാരിയും 24-കാരനാകുന്ന ചുണക്കുട്ടന് കിടക്കുന്ന നാടാ ഉപ്പളക്കുന്നിന്റെ പള്ളിക്കാട്. ആരോഗ്യമുള്ള പല ആളുകളും പല പല കാരണങ്ങളെ കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് പ്രയാണം നടത്തി ശാശ്വത ലോകത്തേക്കുള്ള 1ാമത്തെ വീടാകുന്ന ആരുടെ മണ്ണിന്റെ അകത്തളത്ത് കിടക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഒരു ദിവസം പോകാനുള്ളവരാണ്. അതല്ലേ ലോകത്തിന്റെ നേതാവ് പെട്ടെന്നുള്ള മരണത്തെ കുറിച്ച് പറഞ്ഞത്? അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഹബീബായ റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ മസ്ജിദിന്റെ അകത്തളത്ത് ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞ് പ്രിയപ്പെട്ട സ്വഹാബത്തുൽ കിറാം അവരെല്ലാവർക്കും ഒരുപാട് സങ്കടങ്ങൾ പടച്ചവനോട് പറയാറുണ്ട്. എല്ലാ ദിവസവും രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിനോട് സുബഹി പ്രഭാതം പൊട്ടിപടർന്ന് പടച്ചവന്റെ പരിശുദ്ധമായ പള്ളിയിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ പിൻവശത്ത് ഇരുന്ന് ജമാഅത്ത് കഴിഞ്ഞ ശേഷം ദുആ ചെയ്യാറുള്ള സ്വഹാബത്ത് അന്നത്തെ ദിവസം അവർക്ക് ദുആഇന് പ്രാധാന്യം നൽകിയില്ല. സ്വഹാബത്ത് വട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയാണ്. അവരുടെ ശബ്ദം റസൂലുള്ളാഹിക്ക് കേട്ടപ്പോ ഓടി വന്നു അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, സ്വഹാബ, നിങ്ങൾക്ക് വല്ലതും ചോദിക്കാനില്ലയോ സ്വഹാബ? പടച്ചവനോട് വല്ല വേവലാദികളും പറയാനില്ലയോ സ്വഹാബ? അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബത്ത് പറയാണ്, നബിയേ, ഒരുപാട് വേദനിക്കുന്ന മനസ്സുമായാണ് നബിയേ ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്, ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നത്. ലോകത്തിന്റെ നേതാവ് ചോദിച്ചു, എന്ത് പറ്റി സ്വഹാബ? ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് പറയുന്നത്, നബിയേ, ഇന്നലത്തെ പരിശുദ്ധ ഇശാ ജമാഅത്തിന് ഞങ്ങളോടൊപ്പം തോളോടൊത്ത് തോള് ചേർന്ന് നിന്ന മഅമൂമായി തങ്ങളുടെ പിന്നാമ്പുറത്ത് ജമാഅത്തിന് പങ്കെടുത്ത പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി, ആ പ്രിയപ്പെട്ട സ്വഹാബി തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിധവയാക്കി, തന്റെ പരക്കമറ്റാത്ത മക്കളെ അനാഥകളാക്കി ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു നബി എന്ന് ആദരവായ പ്രവാചകനോട് പറയുമ്പോ റസൂലുള്ളാഹിന്റെ കണ്ണുകൾ നിറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടുന്നില്ല. എന്നിട്ടോ റസൂലുള്ള പൊട്ടുന്ന മനസ്സുമായി തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, നബി, പ്രിയപ്പെട്ട സ്വഹാബ, എന്റെ ജീവിതത്തിന്റെ ഈ കാലയളവിൽ ഞാൻ കേട്ട ആദ്യത്തെ പെട്ടെന്നുള്ള മരണം ഇതാണെങ്കിൽ സ്വഹാബ, ലോകാവസാനം വരുമ്പോ എന്റെ ഉമ്മത്തിൽ നിന്ന് മിനിറ്റുകളും സെക്കൻഡുകളുടെ ഉള്ളിലായി പിടപിടഞ്ഞ് പെട്ടെന്നുള്ള മരണങ്ങൾക്ക് കീഴ്പ്പെടുന്ന ഒരു സാഹചര്യവും ഒരു കാലവും വരും സ്വഹാബ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് തന്റെ സ്വഹാബത്തിനോട് പറയാ. ആ കാലമല്ലേ ഇതിന്റെ പ്രിയപ്പെട്ടവരെ? പെട്ടെന്നുള്ള മരണങ്ങൾ, ഒരുപാട് കേൾക്കാൻ പറ്റാത്ത മരണങ്ങൾ, അവിശ്വസനീയമായ മരണങ്ങൾ അല്ലാഹുവിന്റെ ഭൗതിക ലോകത്ത് ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുമ്പോ ആ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്നതിനെ കുറിച്ചാണ് നിങ്ങളോട് ഞാൻ ചർച്ച ചെയ്യുന്നത്. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ പറയും, ഉസ്താദ്, ഫുഡ് കൺട്രോൾ ആക്കിയാൽ മതി, രാത്രി ചപ്പാത്തി തിന്നാ മതി, രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് വാക്കിങ്ങിന് പോയാൽ മതി. ബാല്യക്കാർ പറയും, ഉസ്താദ്, നല്ല തടിയല്ല, നല്ല മസിൽ പവർ ഉണ്ടാക്കിയിട്ടല്ലേ ജിമ്മിന് പോയാൽ മതി. ഇങ്ങനെയൊക്കെ പറയും. ഇതുകൊണ്ട് ആർക്കും ദീർഘായുസ് കിട്ടുമെന്ന് വിചാരിക്കും. അങ്ങനെ ജിമ്മ് നടത്തിയ ആളും അതുപോലെ വാക്കിങ്ങിന് പോയ ആളൊക്കെ പോകുന്ന സമയത്ത് തന്നെ കുഴഞ്ഞു വീണ് മരിച്ച ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഭൗതിക ലോകത്ത് ദീർഘായുസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ ദുനിയാവിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും ഒരുപാട് ഭൗതിക ലോകത്തിന്റെ പെടുന്നതിനുള്ള മരണങ്ങളെ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുമ്പോ
അല്ലാഹുവിന്റെ ദുനിയാവിൽ ഒരുപാട് കാലം നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? പെട്ടെന്നുള്ള മരണങ്ങളില്ലാതെ, മാരക രോഗമില്ലാതെ, ഭൗതിക ലോകത്തുള്ള ഏതെങ്കിലും ഒരു പെട്ടെന്നുള്ള ദുരൂഹതയുള്ള മരണത്തിന് കീഴ്പ്പെടാതെ അല്ലാഹുവിന്റെ ദുനിയാവിൽ നിനക്ക് ഒരുപാട് കാലം ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ലോകത്തിന്റെ നേതാവ് പറഞ്ഞു തരികയാണ്, ദീർഘായുസ് നിങ്ങൾക്ക് വേണോ? ഒരുപാട് കാലം ഈ ഉപ്പളക്കുന്നിൽ നിനക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? പെട്ടെന്നുള്ള മരണങ്ങളില്ലാതെ, മാരക രോഗമില്ലാതെ, അറ്റാക്കുകളില്ലാതെ, ഏതെങ്കിലും ഒരു മരണത്തിന് കീഴ്പ്പെട്ട് ഈ പരിശുദ്ധമായ പള്ളിപ്പറമ്പിന്റെ ആരുടെ മണ്ണിന്റെ കത്തളത്ത് കവിൽത്തടം മണ്ണിലേക്ക് ചേർത്ത് വെച്ച് കിടക്കാതെ ഒരുപാട് കാലം നിനക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ലോകത്തിന്റെ നേതാവ് പറയാണ്, മൻ അഹബ്ബ അൻ യുബസത ലഹു ഫീ റിസ്ഖിഹി വയൻസഅ ലഹു ഫീ അഥരിഹി ഫൽയസിൽ റഹിമാ ഫൽയസിൽ റഹിമാ. ദീർഘായുസ് നിങ്ങൾക്ക് വേണോ? ഉപ്പളക്കുന്നിൽ ഒരുപാട് കാലം നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ലോകത്തിന്റെ നേതാവ് പറയാണ്, ഫൽയസിൽ റഹിമാ. കുടുംബബന്ധം നിങ്ങൾ ചേർക്കണേ, കുടുംബബന്ധം നിങ്ങൾ ചേർക്കണേ. നബി മുഹമ്മദ് മുസ്തഫ. കുടുംബബന്ധം ചേർക്കുന്ന മനുഷ്യന് ദീർഘായുസ് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കുറെ കാലം നിങ്ങൾക്ക് ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം തരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, എല്ലാരും ആമ്യാക്കിയല്ലേ എത്ര കാലായി കുടുംബത്തോട് പിണങ്ങിക്കിടക്കുന്നത്? ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ തർക്കങ്ങളായി, വാക്തർക്കങ്ങളായി, വർഷങ്ങളായി നമ്മുടെ കൂട്ടത്തിൽ പിണങ്ങിക്കിടക്കുന്നവർ. സംഘടനയുടെ പേരിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയ വൈരുദ്ധ്യത്തിന്റെ പേരിൽ അറുകൊല പോലും കുടുംബക്കാരെ നടത്തിയവർ നമ്മുടെ ഈ സംസ്ഥാനത്തുണ്ട്. സുന്ദരിയായ ഭാര്യ കിട്ടുമ്പോ, ആരോഗ്യമുള്ള മക്കള് കിട്ടുമ്പോ, വാപ്പയും ഉമ്മയും തന്റെ സഹോദര സഹോദരികളെയും ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് പരസ്പരം തമ്മിൽ പിണങ്ങിക്കിടക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മളൊക്കെ പ്രസംഗിക്കാറുണ്ട്, മൈക്ക് കെട്ടി, സ്റ്റേജ് കെട്ടിയിട്ട് എവിടെയെങ്കിലും കവലകളിൽ പോയി ഐക്യം വേണം, ഐക്യം വേണം, ഐക്യം വേണം. നല്ലതാണ്. ഈ ഐക്യം തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? എന്റെ പ്രിയപ്പെട്ടവർ, ഈ ഐക്യം തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്ന്. ഇത് നമ്മൾ പലരും പറയാറുണ്ട്, വർഗീയ ഫാസിസ്റ്റുകളെ നമ്മളെ കടിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന്റെ പേരിൽ? നമ്മൾ ചിന്ന ഭിന്നമായതിന്റെ പേരിൽ. മുസ്ലിമീങ്ങൾ തന്നെ 10 ആള് 150 പാർട്ടി, ഒരു സംഘടനയിൽ 100 ഗ്രൂപ്പുകൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരുത്തന്റെ പിന്നാലെ തന്നെ 100 ആളുകൾ, എന്നിട്ട് അവർ വ്യത്യസ്തപ്പെട്ട മനസ്സുകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചേരുതിരിഞ്ഞത് കൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഹിജാബിന്റെ വിവാദം വന്നു. അതിന്റെ മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ മുത്തലാഖിന്റെ വിവാദം വന്നു, ഏക സിവിൽ കോഡിന്റെ വിവാദം വന്നു. നമ്മുടെ പേരിൽ നമ്മുടെ എല്ലാവിധ, നമുക്ക് ഇന്ത്യ ഗവൺമെന്റ് തന്ന, നമ്മുടെ ഇവിടുത്തെ നീതിപീഠം തന്ന, നമ്മുടെ ഭരണഘടനക്ക് തുല്യമായ, നമ്മുടെ ജീവിതത്തിന് അവകാശപ്പെട്ട ആ ഭരണഘടനാ അവകാശം പോലും ഭരണകൂടം നമ്മിൽ നിന്ന് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ഐക്യമില്ല, പരസ്പരം സ്വസ്ഥതയില്ല. നമ്മളിപ്പോ ഹിജാബിനെ കുറിച്ച് ഇപ്പൊ ചെറിയ സമാധാനം കിട്ടി, ഇനി കുറച്ച് കഴിയുമ്പോ നമ്മുടെ ഈ അനൈക്യം കണ്ട് പല കുതന്ത്രങ്ങളുമായി ഇവിടുത്തെ ഫാസിസ്റ്റ് ഭരണകൂടം വന്നു കയറും. ഒരു സംശയം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കണം. നമുക്കിവിടെ മാതൃക 23% ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾക്ക് 2.5% മാത്രം ഇന്ത്യ രാജ്യത്തുള്ള സിഖുകാർ മാതൃകയാണ്. കർഷക സമരത്തിന്റെ പേരിൽ കർഷക ബില്ല്, എന്റെ പ്രിയപ്പെട്ടവരെ, പാർലമെന്റിൽ, ഏതൊരു പാർലമെന്റിലാണോ പ്രമേയം കൊണ്ടുവന്നത്, അതേ പാർലമെന്റിൽ 700ഓളം തങ്ങൾക്കുള്ള ആളുകളെ ബലിദാനം സമർപ്പിച്ചുകൊണ്ട്, ബലിദാനം ചെയ്തുകൊണ്ട്, ഏതൊരു പാർലമെന്റിന്റെ കത്തളത്താണോ ഒരു ബില്ല് പാസാക്കിയത്, ആ ബില്ലിനെ തിരിച്ചെടുപ്പിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞു. എന്തേ? ഐക്യം. ഒറ്റപ്പെട്ടാൽ തോൽപ്പിക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. അള്ളാന്റെ ഖുർആൻ പണ്ടേ പറഞ്ഞു, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ ഒറ്റക്കെട്ടാവണം, വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്. അങ്ങനെ ഭിന്നിച്ചാൽ ഫതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ കാറ്റ് പോകും. ആ കാറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഹിജാബിന്റെ പേരിൽ, മുത്തലാഖിന്റെ, നമ്മുടെ എല്ലാ സ്വന്തം നമ്മൾ കഴിക്കാനുള്ള ഭക്ഷ്യാവകാശത്തിനെ പോലും ഫാസിസ്റ്റ് ഭരണകൂടം അവിടെ നിന്ന് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒറ്റക്കെട്ടാവണം. ഖുർആൻ തന്നെ പറഞ്ഞു, ഈ ഒറ്റക്കെട്ട് തുടങ്ങേണ്ടത് ഏതെങ്കിലും ഒരു കൊടിക്കീഴിലല്ല, ഏതെങ്കിലും ഒരു സംഘടനയിൽ പോയിട്ടല്ല, നിന്റെ വീടിന്റെ അകത്തളത്തിൽ നിന്ന് ഭിന്നിച്ചു നിൽക്കുന്ന ഹൃദയങ്ങൾ ഒന്നിക്കണം. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അഭിമാനത്തോടെ പറയാനുള്ള ഉസ്താദെ, ഒരു പ്രസംഗം വെള്ളിയാഴ്ച ഉസ്താദന്മാർ നമ്മുടെ പള്ളികളിൽ നടത്തുമ്പോ, ഒരു പെരുന്നാളിന് ഉസ്താദന്മാർ പ്രസംഗിക്കുമ്പോ കുടുംബബന്ധം തകർക്കല്ലേ, കുടുംബബന്ധം വിച്ഛേദിക്കല്ലേ, കുടുംബബന്ധം മുറിക്കല്ലേ എന്ന് പറയുമ്പോ 10 കൊല്ലായി ഉസ്താദ് ഞാൻ ഒരു പെരുന്നാളിന് എന്റെ ജ്യേഷ്ഠത്തിന്റെ വീട്ടിലേക്ക് പോവാതെ, എന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് പോവാതെ, എന്റെ കുടുംബത്തിലുള്ള ഇന്നാലിന്ന വീട്ടിലേക്ക് പോവാതെ നമ്മൾ തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ജാടയോടുകൂടെ വാശിയോടുകൂടെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ മോനെ നിനക്ക് ദീർഘായുസില്ല എന്ന് ഞാനല്ല പറയുന്നത്, ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. അതല്ലേ മുത്ത് റസൂലുള്ളാഹി ഹദീസിൽ പറയാം, ഒരു മനുഷ്യനിക്ക് അവന്റെ ജീവിതത്തിൽ അല്ലാഹു തീരുമാനിച്ചത് 60 വയസ്സാണ് അല്ലാഹു തീരുമാനിച്ചത് എന്ന് വിചാരിക്കാം, സങ്കല്പിക്കാം. എന്നാൽ അവന്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാളോട് അവൻ പിണങ്ങിക്കിടന്നാൽ അവന്റെ 60 വയസ്സിന്റെ ആയുസ്സിൽ നിന്ന് അല്ലാഹു 20 ചുരുക്കി 40 മാറ്റുമത്രേ, 40 കുറക്കും. അതേ സമയത്ത് അവൻ കുടുംബ ബന്ധം പുലർത്തിയാൽ അല്ലാഹു 60 വർഷം ആയുസ് നിശ്ചയിച്ച മനുഷ്യന് അവന് കുടുംബ ബന്ധം പുലർത്തിയത് കൊണ്ട് അവന്റെ ആയുസിന് അല്ലാഹു 20 കൂട്ടി 80 മാറ്റുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങൾക്ക് ഒരു കുറെ കാലം ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? കുടുംബ ബന്ധം ചേർത്തോ. പെട്ടെന്ന് മരിക്കാൻ ആഗ്രഹമുണ്ടോ? കുടുംബ ബന്ധം മുറിച്ചോ. നബി മുഹമ്മദ് മുസ്തഫ. അതല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ചരിത്രം നമുക്ക് ഗുണപാഠം തരുന്നത്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം പരിശോധിച്ചു നോക്കുമ്പോൾ കാണാം, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സവിധത്തേക്ക് ഒരു ദിവസം ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. ഒരുപാട് തവണ ദാവൂദ് നബിയുടെ സവിധത്തേക്ക് ജീവിതത്തിൽ കടന്നു വന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കടന്നു വരുമ്പോ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൊട്ടടുത്തൊരു ചെറുപ്പക്കാരനിരിക്കുകയാണ്. ആരോഗ്യമുള്ള ആഫിയത്തുള്ള നല്ല കാണാൻ ചുണകുട്ടനായ ചെറുപ്പക്കാരനാ. ആ ചെറുപ്പക്കാരൻ രൂക്ഷമായി മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നോക്കുകയാണ്. എന്നിട്ടോ ദാവൂദ് നബിയോട് പറയുകയാണ്, ദാവൂദ് നബിയേ, ദാവൂദ് നബിയെ, നിങ്ങളോടൊരു രഹസ്യ വിവരം ഞാൻ പറയാൻ പോവുകയാണ്. ദാവൂദ് നബിയെ, നിങ്ങളോടൊരു രഹസ്യ വിവരം ഞാൻ പറയാൻ പോവുകയാ. അത് നിങ്ങളെ പുറത്ത് പറയാൻ പാടില്ല, അത് മറ്റൊരാളോട് നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല, ആ രഹസ്യ വിവരം നിങ്ങളെ കൈമാറാൻ പാടില്ല. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മനസ്സുകൊണ്ട് ചിന്തിച്ചു, അല്ലാഹുവേ, എത്രയോ തവണ അസ്രായീൽ എന്റെ സവിധത്തേക്ക് കടന്നു വന്നതാണ്, എത്രയോ തവണ എന്റെ സവിധത്തേക്ക് അസ്രായീൽ കടന്നു വന്നതാ. ഇന്നേ വരെ പുറത്ത് പറയാൻ പറ്റാത്ത, കൈമാറാൻ പറ്റാത്ത ഒരു രഹസ്യ വിവരം പോലും എന്നോട് പറയാതിരിക്കുമ്പോൾ അല്ലാഹുവേ, അസ്രായീൽ എന്നോട് പറയുന്ന രഹസ്യ വിവരം എന്താണ് അല്ലാഹ് എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, ദാവൂദ് നബി, നിങ്ങളോട് പറയുന്ന രഹസ്യ വിവരം എന്തെന്നറിയോ? നിങ്ങളോട് ഞാൻ പറയുന്ന രഹസ്യ വിവരം എന്തെന്നറിയോ? നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, ഇന്നു മുതൽ ആ ചെറുപ്പക്കാരൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് കേവലം 6 ദിവസം മാത്രമാണ്. ദാവൂദ് നബിയേ, കേവലം 6 ദിവസം മാത്രമാണ് ദാവൂദ് നബിയേ. ദാവൂദ് നബിക്ക് സങ്കടമാവുകയാ, ദാവൂദ് നബിക്ക് വേദനയാവുകയാ. ആർക്കാ എന്റെ പ്രിയപ്പെട്ടവരെ വേദനയാവാതിരിക്കുക? ആഫിയത്തുള്ള, ആരോഗ്യമുള്ള, ഖുവ്വത്തുള്ള, തന്റെ ഇടമുള്ള, എല്ലാ നിലക്കും കഴിവുള്ള ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മരണവാർത്ത പറയുമ്പോ ആർക്കാണ് എന്റെ പ്രിയപ്പെട്ടവരെ സങ്കടമാവാതിരിക്കുക? മനസ്സുകൊണ്ട് വേദനിച്ച് പുറത്തു പറയാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടിയില്ല, ഒന്നും സംസാരിച്ചില്ല. അങ്ങനെ ദാവൂദ് നബിയും ഇസ്രായീലും ആ ചെറുപ്പക്കാരനും സദസ്സ് പിരിഞ്ഞു.
3 പേരും സദസ്സ് പിരിഞ്ഞു. അല്ലാഹുവേ പടച്ചവനെ, അങ്ങനെ സദസ്സ് പിരിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ കഴിയുകയാണ്. ഒരുപാട് വർഷങ്ങൾ പിന്നിടുകയാ. പ്രബോധനത്തിന്റെ ദൗത്യവുമായി ഒരു ദിവസം മഹാനായ ദാവൂദ് നബി മരുഭൂമിയുടെ മണലാരണ്യത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു അത്ഭുത കാഴ്ച കാണുകയാണ്. ഒരു അത്ഭുത കാഴ്ച കാണുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. എന്തെന്നറിയോ? ആരെ കുറിച്ചാണോ 6 ദിവസത്തിന്റെ ഉള്ളിലായി ദുനിയാവിൽ നിന്ന് വിട പറയുമെന്ന് പറഞ്ഞു പോയത്, അങ്ങനെയുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ. 6 ദിവസമല്ല, 6 ആഴ്ചകളല്ല, 6 മാസങ്ങളല്ല, 6 വർഷങ്ങൾ പോലും പിന്നിട്ടിട്ട് ആ ചെറുപ്പക്കാരൻ ജീവിച്ചിരിക്കുന്നത് കാണുമ്പോ മഹാനായ ദാവൂദ് നബി മനസ്സുകൊണ്ട് ചിന്തിച്ചു പോയി, അസ്രായീൽ എന്നെ പറ്റിച്ചതാണോ അല്ലാ? അസ്രായീൽ എന്നോട് കളവ് പറഞ്ഞതാണോ അല്ലാ? 6 ദിവസത്തിന്റെ ഉള്ളിലായി മരിക്കുമെന്ന് പറഞ്ഞു പോയ ചെറുപ്പക്കാരനാണല്ലോ റബ്ബേ. ഈ കാണുന്ന ചെറുപ്പക്കാരനാണെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോ മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. എന്നിട്ടോ ദാവൂദ് നബിയോട് പറയാണ്, ദാവൂദ് നബിയേ, നിങ്ങളെ ഞാൻ പറ്റിച്ചതല്ല ദാവൂദ് നബിയേ, നിങ്ങളോട് ഞാൻ കളവ് പറഞ്ഞതുമല്ല ദാവൂദ് നബിയേ. അല്ലാഹുവിന്റെ തീരുമാനമാണ് ദാവൂദ് നബിയേ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. നിങ്ങളോട് പറഞ്ഞത് മുതൽ 6 ദിവസത്തിന്റെ ഉള്ളിലായി ആ ചെറുപ്പക്കാരന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി ആ ചെറുപ്പക്കാരന്റെ അടുത്ത് ഞാൻ കടന്നു പോയപ്പോ അണ്ടകളാത്തിന്റെ ഉടമയായ ഖാലിഖായ അല്ലാഹു തആല എന്നോട് പറഞ്ഞതാണ്, അരുത് അസ്രായീൽ, ആ ചെറുപ്പക്കാരന്റെ റൂഹ് പിടിക്കല്ല അസ്രായീൽ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്നെ പടച്ചവരോട് ഞാൻ ചോദിച്ചു, എന്തേ റബ്ബേ നീ പറയുന്നത്? എത്രയോ ശരീരത്തിന്റെ റൂഹ് ഇതുവരെ പിഴുത്തെടുത്തവനാ ഞാൻ, ഇന്നേ വരെ ഒരു റൂഹിനെയും പിഴുത്തെടുക്കലിനെ പിന്തിക്കാൻ പറയാത്ത റബ്ബേ, ഈ മനുഷ്യന് ചെയ്ത നല്ല അമലേതാണ് അല്ലാ. ഈ മനുഷ്യനെ വീണ്ടും വീണ്ടും ജീവിക്കാൻ 6 ദിവസത്തിന്റെ ഉള്ളിൽ മരിക്കുമെന്ന് നീ കരാറ് തന്ന ഈ മനുഷ്യന് ദീർഘായുസ് കൊടുക്കാൻ കാരണമായ അമല് എന്താണ് റബ്ബേ? ആ സമയത്താണ് അല്ലാഹു തആല അസ്രായീലിനോട് പറഞ്ഞത്, ഇവന്റെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരെ കണ്ണിയോട് ഇവനെ പിണങ്ങിക്കിടന്നവനാ, അവരോട് പിണങ്ങിക്കിടന്നവനാ. നിന്റെ കാര്യം അവൻ നീ സംസാരിക്കുന്നത് ദാവൂദ് നബിയോട് കേട്ടപ്പോ ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കാനില്ലല്ലോ, 6 ദിവസത്തിന്റെ ഉള്ളിലായി മരിക്കുകയാണല്ലോ എന്ന് തീരുമാനിച്ചുകൊണ്ട് പിണങ്ങിക്കിടന്ന പെങ്ങളോട് ഇണങ്ങിയാൻ അവന് പോകിയതാണ്. പിണങ്ങിക്കിടന്ന തന്റെ പെങ്ങളോട് അവൻ ഇണങ്ങിയതാണ്. അതുകൊണ്ട് ഒരു കുടുംബത്തിന്റെ കറുപ്പ് മാറിയല്ലോ, ഒരു കുടുംബത്തിന്റെ സങ്കടം മാറിയല്ലോ, ഒരു കുടുംബത്തിന്റെ വിഷമവും വേദനയും പ്രയാസവും മാറിയല്ലോ. അതുകൊണ്ട് ഇവൻ ഒരുപാട് കാലം ഇനിയും ജീവിച്ചിരിക്കട്ടെ എന്ന് അല്ലാഹു എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഇവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്ന് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദാവൂദ് നബിയോട് പറയാണ്. നിസ്കരിച്ച് കുറെ നോമ്പെടുത്ത് ഖുർആൻ ഓതി സദഖ ചെയ്തു എന്നല്ല, പിന്നെ ഇവന്റെ കുടുംബത്തിൽ പിണങ്ങി കടന്നവരോട് ഇണങ്ങി. അതുകൊണ്ട് ആ കുടുംബത്തിന്റെ വെറുപ്പും വിഷമവും മാറിയല്ലോ. ജീവിക്കട്ടെ, ഇനിയും കുറച്ചു കാലം ജീവിക്കട്ടെ എന്ന് അല്ലാഹു എന്നോട് കരാറ് ചെയ്തത് കൊണ്ടാണ്, പറഞ്ഞത് കൊണ്ടാണ് ഇവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് 6 കൊല്ലം കഴിഞ്ഞിട്ട് പോലും എന്ന് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ദാവൂദ് നബിയോട് അസ്രായീൽ പറയാണ്. ഇപ്പോൾ ആലോചിച്ച് നോക്കിയേ, കുടുംബ ബന്ധം പുലർത്തിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ ദീർഘായുസ് കിട്ടുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. ഇണങ്ങണം, പിണങ്ങിക്കിടന്നവരോട് ഇണങ്ങണം. അല്ലാഹു നിനക്ക് തന്നൊരു ഫോണില്ലേ, എനിക്ക് കുറെ ഒന്നും വേണ്ട, കുറച്ച കാലായി പിണങ്ങിക്കിടന്നിട്ട് നീ ബേജാറാവണ്ട, വിഷമിക്കണ്ട. ഇന്ന് രാത്രി പോയി വാട്സപ്പ് എന്ന് പറയുന്ന ഒരു സാധനമില്ല, അതിൽ അസ്സലാമു അലൈക്കും എന്ന് വിടാം. അവർ സലാം അടക്കലോടെ നിന്റെ ബാധ്യത തീർന്നു. അല്ലെങ്കിൽ ഒരു മിസ് കോൾ, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ, അതിലൂടെ നീ ബന്ധം സ്ഥാപിക്കുമ്പോ അല്ലാഹു നിന്റെ പേരിൽ തടഞ്ഞു വെച്ച കവാടങ്ങളെ ഒന്നടങ്കം തുറക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇനി ജീവിക്കുന്നത് പോട്ടെ, ദീർഘായുസ് പോട്ടെ, ഒരാള് കുടുംബത്തിൽ പിണങ്ങിക്കിടന്നാൽ നിന്റെ അമലുകൾക്ക് പോലും സ്വീകാര്യതയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഇന്ന് നിസ്കരിച്ച സംസ്കാരം, നിങ്ങൾ ഇരിക്കുന്ന ഇൽമിന്റെ സദസ്സിന്റെ പ്രതിഫലങ്ങൾ ഒന്നും അല്ലാഹു വേണ്ട.
ഞങ്ങൾ കുറച്ചാളെ വിചാരമൊക്കെ അങ്ങനെയാ. നമ്മൾ കുടുംബത്തോട് പണിങ്ങിയ ആൾ എന്ത് ആരോടും മിണ്ടിയില്ലെങ്കിൽ എന്ത്, ആരോട് വിഷയം പറഞ്ഞില്ലെങ്കിൽ എന്ത്, നമ്മൾ നല്ല സേഫ് അല്ലേ? കാരണം എന്താ, കുറെ നിസ്കരിക്കാരാണ്, കുറെ നിസ്കാരക്കാരാണ്, കുറെ നോമ്പുകാരാണ്, കുറെ ഖുർആൻ ഓതുന്ന ആള്, സുബഹി ജമാഅത്തിന് വരുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, ഒരുപാട് നന്മകൾ ചെയ്യുന്നു. നമ്മളൊക്കെ സേഫ് ആവൂലേ? ലോകത്തിന്റെ നേതാവ് പറയാണ്, അമലുകളെ കൊണ്ട് രക്ഷപ്പെടുമെന്ന് കരുതിപ്പോയ മുസ്ലിമേ, ഒരുപാട് നിസ്കരിച്ചവരെ, ഖുർആൻ ഓതിയവരെ, സദഖ ചെയ്തവരെ, ആരാധനയുടെ ആകാശയാമങ്ങളിൽ സഞ്ചരിച്ചു പോയ എന്റെ ഉപ്പളക്കുന്നിന്റെ വിജ്ഞാന സദസ്സിലുള്ള മുസ്ലിമേ, ലോകത്തിന്റെ നേതാവ് പറയാണ്, നിങ്ങൾ ഇന്ന് നിസ്കരിച്ച നിസ്കാരമുണ്ടല്ലോ, ഈ ഉപ്പളക്കുന്നിന്റെ മനോഹരമായ പള്ളിക്കകത്ത് ഇന്ന് നിങ്ങൾ നിസ്കരിച്ച നിസ്കാരമുണ്ടല്ലോ, നിങ്ങളോദിയ ഖുർആനുണ്ടല്ലോ, നിങ്ങളോദിയ ഒരുപാട് നന്മകളുണ്ടല്ലോ, ഇരിക്കുന്ന ഇൽമിന്റെ സദസ്സിന്റെ പരിശുദ്ധമായ പ്രതിഫലങ്ങളുണ്ടല്ലോ, ഇത് ഇന്ന് തന്നെ അല്ലാഹ്ക്ക് കാണിക്കപ്പെടുന്നില്ല, ഇത് ഇന്ന് തന്നെ അല്ലാഹ്ക്ക് കാണിക്കപ്പെടുന്നില്ല. മറിച്ച് ലോകത്തിന്റെ നേതാവ് പറയാണ്, തുറന്നുൽ അഅമാലു അലല്ലാഹി യൗമൽ ഇസ്നൈനി വ യൗമൽ ഖമീസ്, എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയുമാണ് അല്ലാഹ്ക്ക് കാണിക്കപ്പെടുന്നത്. എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയുമാണ് നിങ്ങളുടെ അമലുകൾ അല്ലാഹ്ക്ക് കാണിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ലോകത്തിന്റെ നേതാവ് പറഞ്ഞത്, എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നിങ്ങൾ നോമ്പെടുക്കണേ. കാരണം എന്തേ, ആ ദിവസത്തിലാണ് നിങ്ങളുടെ അമലുകളെ പടച്ചവന്റെ ലോകത്തേക്ക് കാണിക്കപ്പെടുന്നത് എന്ന് ലോകത്തിന്റെ നേതാവ് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ നേതാവ് പറയാണ്, എന്നാൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നിന്റെ അമലുകളെ പടച്ചവന്റെ കോടതിയിലേക്ക് കാണിക്കപ്പെടുമ്പോ ഒരു വിഭാഗത്തിന്റെ അമലുകൾ ഉണ്ടല്ലോ, ഒന്നാൻ ആകാശത്തിന്റെ കവാടങ്ങളെ മുറിച്ചു കിടക്കാതെ അല്ലാഹുവിന്റെ ആകാശവാഹകന്മാരായ മാലാകന്മാർ നിന്റെ അമലുകളെ പന്തുപോലെ ചുരുട്ടി നിന്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് നിറകണ്ണുകളോടുകൂടെ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയേ, എന്തിനാണ് നബിയേ ആകാശവാഹകന്മാരായ മാലാകന്മാർ ഒന്നാൻ ആകാശത്തിന്റെ കവാടത്തിലെ പന്ത് പോലെ അമലുകളെ ചുരുട്ടി ആരാണോ അമൽ ചെയ്തത് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയാനുള്ള കാരണം എന്താണ് നബിയേ? അവരുടെ അമലുകളിലുള്ള വീഴ്ച കൊണ്ടാണോ? ആരാധനകളിലുള്ള വല്ല പോരായ്മകളെ കൊണ്ടാണോ? ഇബാദത്തുകളെ മുറ പോലെ നിർവഹിക്കാത്തത് കൊണ്ടാണോ നബി എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ലോകത്തിന്റെ നേതാവ് പറയാണ്, സ്വഹാബ, അവരുടെ ഇബാദത്തിൽ ഒരു കുഴപ്പവുമില്ല സ്വഹാബ, ആരാധനകളിൽ ഒരു വീഴ്ചയുമില്ല സ്വഹാബ, മുറ പോലെ ഇബാദത്ത് ചെയ്തവരാണ്, ഒരുപാട് നന്മയുടെ കൂമ്പാരങ്ങളെ പടച്ചവന് വേണ്ടി സമർപ്പിച്ചവരാണ്. പാതിരാത്രിയിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് അവന്റെ വീടിന്റെ അകത്തളത്ത് സുഖലോലുപസുഖനിദ്രയിൽ കഴിയുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയുടെ കഥ തുറന്നുകൊണ്ട് നെറ്റിച്ചടം വെച്ച് പൊട്ടിക്കരഞ്ഞ മനുഷ്യനവനാ, നമ്പർ 1 ഇബാദത്തുകാരനവനാ. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് പറയുന്നു, എന്തിനാണ് നബിയേ, പിന്നെ എന്തിനാണ് നബിയേ ഇങ്ങനെയുള്ള നമ്പർ 1 ഇബാദത്തുകാരനായ മനുഷ്യന്റെ അമലുകള് പന്ത് പോലെ ചുരുട്ടിയവന്റെ മുഖത്തോട്ട് വലിച്ചെറിയാൻ കാരണം എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മറുപടി എന്തെന്നറിയോ? ലോകത്തിന്റെ നേതാവ് പറയുന്ന മറുപടി എന്തെന്നറിയോ? അന ബൈനഹു വബൈന അഖീ ശഹനാ, കാന ബൈനഹു വബൈന അഖീ ശഹനാ, അവന്റെ സഹോദരനോട് അവനെ പിണങ്ങിക്കിടന്നതാണ്, അവന്റെ സഹോദരനോട് അവനെ പിണങ്ങിക്കിടന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ ഉപ്പളക്കുന്നിൽ ഒരുമിച്ച് കൂടിയവരെ, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാളോട് നിങ്ങളെ പിണങ്ങിക്കിടക്കുന്നുണ്ടോ? നാളെ മുതൽ നിങ്ങളെ നിസ്കരിക്കേണ്ട ആവശ്യമില്ല, ഇൽമിന്റെ സദസ്സിലിരിക്കേണ്ട ആവശ്യമില്ല, ഖുർആൻ ഓതേണ്ട ആവശ്യമില്ല, ഒരു നന്മകള് പോലും അല്ലാഹ്ക്ക് നീ എവിടെന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിന്റെ അമലുകളെ പന്ത് പോലെ ചുരുട്ടി വലിച്ചെറിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആവശ്യമില്ല. എന്തിനാണ്? ഒരു ആവശ്യവുമില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദേ അത് ദുനിയാവിലല്ലേ? അത് ദുനിയാവിലല്ല ഉസ്താദേ, ഞാൻ മരിച്ചിട്ട് 6 വണ്ടിയിലേക്ക് പോയാൽ അവിടെ രക്ഷപ്പെടില്ലേ? എവിടെ രക്ഷപ്പെടാൻ?
കുടുംബബന്ധം മുറിച്ചവന് ദുനിയാവിലും രക്ഷപ്പെടൂല, ആഖിറത്തിലും രക്ഷപ്പെടൂല. ഇത് മുഹമ്മദ് മുസ്തഫ. അതല്ലേ ലോകത്തിന്റെ നേതാവ് പറയുന്നത്. ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കാനില്ലല്ലോ, ഇവിടുന്ന് വിട പറഞ്ഞ് ഉപ്പളക്കുന്ന പരിശുദ്ധമായ പള്ളിയുടെ പരിപാടിയിൽ കടന്നു വന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആരുടെ മണ്ണിലും ഒരുപാട് കാലം ജീവിക്കാനില്ല മുസ്ലിമേ. അവിടെയും നിന്നവറ്റ ദിവസങ്ങളാണ്, ഒരുപാട് കാലം അവിടെയും കഴിയാനില്ല മുസ്ലിമേ. ഇസ്രാഫീൽ ഒരു ദിവസം വിളിക്കുമ്പോ പോകേണ്ടവരാണ്. ഇസ്രാഫീലിന്റെ രണ്ടാമത്തെ വിളിയാളം കേൾക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിഭാഗം ആളുകൾ ഉപ്പളക്കുന്നിന്റെ പരിശുദ്ധ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നത് എങ്ങനെയാണെന്നറിയോ? പുഞ്ചിരിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. ഖബർ പൊട്ടുമ്പോ ഇസ്രാഫീൽ ഓതുമ്പോ ഓരോരുത്തരുടെയും മീസാനുകല്ലങ്ങോട്ട് പൊട്ടിയിളകി ഖബർ പിളരുമ്പോ സന്തോഷത്തോടുകൂടെ ഒരു വിഭാഗം ഉപ്പളക്കുന്ന് പള്ളിയുടെ പള്ളി പെരുമാറുന്ന എഴുന്നേൽക്കുന്നത് ചിരിച്ചുകൊണ്ടാണ്. കാരണം എന്തേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് നിസ്കരിച്ചവരാ, ഖുർആൻ ഓതിയവരാ, സദഖ ചെയ്തവരാ, നന്മയുടെ കുമ്പാരങ്ങളെ പടച്ചവൻ അർപ്പിച്ച ഏറ്റവും വലിയ അർപ്പണാബോധത്തോടുകൂടെ ഉപ്പളക്കുന്നിന്റെ പള്ളിപ്പറമ്പിന്റെ ഖബർസ്ഥാന് പൊട്ടിയെളുകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പുറപ്പെടുകയാണ്. അല്ലാഹുവിന്റെ മശ്ശറാ ലോകത്തേക്ക് പുറപ്പെടുമ്പോ പല ആളുകളും പുഞ്ചിരിച്ചുകൊണ്ടായി നിൽക്കുന്നത്. കാരണം എന്തേ? ഒരുപാട് നിസ്കരിച്ചവരല്ലേ, ഖുർആൻ ഓതിയവരല്ലേ, നന്മകൾ ചെയ്തവരല്ലേ. അല്ലാഹുവേ, അമലുകൾക്ക് പടച്ചവന് നീ തരുന്ന പ്രതിഫലം എന്താണ് അല്ലാഹ് എന്നിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ച് അല്ലാഹുവിന്റെ ലോകത്തേക്ക് പ്രയാണം നടത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അല്ലാഹുവിന്റെ മശ്ശറാ ലോകത്തേക്ക് എത്തുമ്പോ ഒരു വിഭാഗം ആളുകൾ നിന്നെ അത്ഭുതത്തോടുകൂടെ നോക്കി കാണുകയാണ്. ഉപ്പളക്കുന്നിലുള്ള ഈ മഹല്ലുകാർ മുഴുവനും നിന്നെ അത്ഭുതത്തോടുകൂടെ നോക്കി കാണുകയാണ്. കാരണം എന്തേ? ഒരുപാട് നിസ്കരിച്ചവനാ നീ, ഒരുപാട് നന്മകൾ ചെയ്തവനാ നീ. എല്ലാവരും പാതിരാത്രിയുടെ യാമങ്ങളിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഉപ്പളക്കുന്ന പരിശുദ്ധമായ പള്ളിയുടെ കഥ തുറന്ന് നെറ്റിത്തടം വെച്ച് പൊട്ടിക്കരഞ്ഞ മനുഷ്യനാ നീ. അല്ലാഹുവേ, നിന്നെ പോലത്തെ നമ്പർ 1 ഇബാദത്തുകാരൻ ഉപ്പളക്കുന്നില്ല. അല്ലാഹ്, പടച്ചവനെ, മനുഷ്യനിക്ക് നീ നൽകുന്ന സ്വർഗ്ഗം ഏതാണ് അല്ലാഹ് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിന്റെ നാട്ടുകാരും കൂട്ടുകാരും കൂടെപ്പറപ്പുകളും ഭാര്യമക്കളും നിന്റെ പ്രിയപ്പെട്ടവർ അയൽവാസികളൊക്കെ അല്ലാഹുവിന്റെ മശ്ശറാ ലോകത്ത് നിന്നെ അത്ഭുതത്തോടുകൂടെ വരവേൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ സമക്ഷമത്തേക്ക് നിന്നെ വിളിക്കുകയാ, പടച്ചവന്റെ കോടതിയിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ടോ അല്ലാഹു തആല നീ ചെയ്തു പോയ അമലിന്റെ മുഴുവനും റെക്കോർഡുകളും ഏടുകൾ എടുത്തുകൊണ്ട് നിന്റെ കയ്യിലേൽപ്പിക്കുകയാണ്. നിന്റെ കയ്യിലേൽപ്പിച്ചുകൊണ്ട് പടച്ചവനെ പറയുന്നത് എന്തെന്നറിയോ? അല്ലാഹു തആല പറയാണ്, ഇഖ്റ കിതാബക യാ അബ്ദി ലാ ബഅലി ഫൻദുറു ഇലൈക തറാ ഹൽ കാന മാ കാന. വായിക്കടാ, പടച്ചവന്റെ കോടതിയിൽ നിന്റെ ഏടുകൾ ഏൽപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, നിന്റെ നിസ്കാരത്തിന്റെ, നിന്റെ നോമ്പിന്റെ, നിന്റെ സ്വതക്കയുടെ, നിന്റെ ആരാധനകളുടെ, ജീവിതത്തിൽ ചെയ്തു പോയ സർവ്വ നന്മകളുടെയും ഏടുകൾ പടച്ചവന്റെ കയ്യിലുണ്ടല്ലോ. ആ ഏട് തന്നുകൊണ്ട് നിന്നോടല്ലാഹു വായിക്കാൻ വേണ്ടി പറയുമ്പോ നീ തുറന്നു നോക്കുകയാണ്. തുറന്നു നോക്കുമ്പോ റബ്ബേ, ഒന്നുമില്ലല്ലോ അല്ലാഹ്, ഒന്നുമില്ലല്ലോ അല്ലാഹ്. എവിടെ പോയി റബ്ബേ എന്റെ സൽക്കർമ്മങ്ങൾ? എവിടെ പോയി റബ്ബേ എന്റെ സുഹൃതങ്ങൾ? എവിടെ പോയി അല്ലാഹ്? എന്റെ നിസ്കാരം എവിടെ? എന്റെ ഖുർആൻ എവിടെ? എന്റെ സദഖ എവിടെ? ഇപ്പളക്കുന്നിൽ നമ്പർ 1 ഇബാദത്തുകാരനായ എന്റെ സൽക്കർമ്മങ്ങൾ എവിടെയാണ് അല്ലാഹ് എന്ന് പടച്ചവനോട് നീ പരാതി പറയുമ്പോ അല്ലാഹു തആല പറയാണ്, ശരിയാണ്, ഇപ്പളക്കുന്നിൽ നീ നമ്പർ 1 ഇബാദത്തുകാരനായിരുന്നടാ. ഒരുപാട് നിസ്കാരക്കാരൻ എനിക്കറിയാം, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവനെന്ന് എനിക്കറിയാം, ആരാധനയുടെ ആകാശയാമങ്ങളിൽ സഞ്ചരിച്ചവനെ നീ എന്ന് എനിക്കറിയാം. പക്ഷേ കാലഘട്ടം ഒരുപാട് കടിഞ്ഞു പോകുമ്പോ, ജീവിതത്തിന്റെ സമയങ്ങൾ ഒരുപാട് നീങ്ങിപ്പോകുമ്പോ, ആരും അറിയാതെ
ആരും അറിയാതെ നിന്റെ കുടുംബത്തിലുള്ളവർ കണ്ണിയോട് നീ പിണങ്ങിക്കിടന്നില്ലടാ. ആരും അറിയാതെ നിന്റെ കുടുംബത്തിലുള്ളവരോട് നീ പിണങ്ങിക്കിടന്നില്ലടാ. അവരുമായി ബന്ധം പുലർത്താതെ, അവരുമായി ഇണങ്ങാതെ, അവരുമായി ഒത്തൊരുമിക്കാതെ, അവരുമായി സഹവസിക്കാത്തതിന്റെ പേരിൽ നിന്റെ സർവ്വ അമലുകളെയും ഞാൻ പൊലിച്ചു കളഞ്ഞിരിക്കുകയാ. നിന്റെ സർവ്വ അമലുകളെയും ഞാൻ നശിപ്പിച്ചിരിക്കുകയാ. നിന്റെ സർവ്വ അമലുകളെയും ഞാൻ ഇല്ലായ്മ ചെയ്തിരിക്കുകയാണെന്ന് നാഥന്റെ കോടതിയിൽ റബ്ബ് നാളെ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ എന്തിനാണ് കുടുംബത്തോട് പിണങ്ങി കിടന്നിട്ട് നമുക്ക് നമസ്കാരം എന്തിനാ, ഖുർആൻ എന്തിനാ, സദഖ എന്തിനാ, സകാത്ത് എന്തിനാ, വലിയ പേരും പ്രൗഢിയും പ്രശസ്തിയും അധികാരവും എന്തിനാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളോടും പിണങ്ങി കിടക്കല്ലേ, കുടുംബത്തിലുള്ള ഒരാളോടും വഴക്കാടല്ലേ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. 3 ദിവസത്തിന്റെ ദുനിയാവല്ലേ, എന്തിനാണ് ഈ പിണക്കം, എന്തിനാണ് ഈ വാശി? അന്തസ്സുള്ളൊരു ദുനിയാവ് ഇല്ല ഇവിടെ സ്ഥിരവാട്, അവധിയെടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണ് ഇവിടെ സ്ഥിരവാട്, അവധിയെടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. ഇങ്ങനെയുള്ള നമ്മൾ കണ്ടില്ല ഹൈദർലി ശിഹാബ് തങ്ങൾ. അല്ലാഹു മഹാനുഭാവന്റെ പരലോകം വിശാലമാക്കി കൊടുക്കട്ടെ. ആ മഹാനുഭാവനോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകട്ടെ. മരിക്കുന്ന തലേ ദിവസം രാത്രി മഹാനായ മുനവ്വർ ശിഹാബ് തങ്ങൾ ഒരു പോസ്റ്റ് ഇട്ടത് കണ്ടപ്പോ മനസ്സിൽ വല്ലാത്തൊരു കുളിർമ വന്നു. നാട്ടുഭാഗത്തായിരുന്നു പ്രഭാഷണം. ഒരുപാട് ദുആ ചെയ്തു. കാരണം പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. തങ്ങൾ വീണ്ടും തിരിച്ചു വരികയാണ് ജീവിതത്തിലേക്ക്. അന്ന് രാവിലെ കണ്ടവർ പോലുമുണ്ട് മഹാനായ തങ്ങളവർകൾ ആഫിയത്തും ആരോഗ്യവും തിരിച്ചു കിട്ടുകയാണ്, വലിയ സമാധാനം ഉണ്ടെന്ന് പറഞ്ഞ മഹാമനുഷ്യയെ കുറിച്ചാണ്. മണിക്കൂറുകൾ കഴിയുമ്പോൾ കേരള ജനതയെന്നല്ല മുസ്ലിം ഉമ്മത്തിന്റെ അനിഷേധ്യനായ, ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം 10,000-കണക്കായ ആത്മീയ സദസ്സുകളുടെ ആചാര്യൻ മഹാനായ ഹൈദർലി ശിഹാബ് തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു എന്ന് പറയുന്ന കരളലയിപ്പിക്കുന്ന വാർത്ത വന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പേര് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു, എത്ര ആരോഗ്യമുള്ളവർ, എത്ര ആഫിയത്തുള്ളവർ. ഈ പരിശുദ്ധ പള്ളിയുടെ തൊട്ടടുത്തുള്ള രാജപാതയിൽ വെച്ച് തന്നെ നമ്മുടെ കൺമുമ്പിൽ അപകടത്തിലൂടെ ചെതഞ്ഞെരിഞ്ഞ് മരണപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് പ്രയാണം നടത്തുമ്പോ മോനെ ഒരു സെക്കൻഡ് മതി നമ്മുടെ ജീവിതം തീരാൻ. പിന്നെ നമുക്ക് എന്തിനാ വാശി, എന്തിനാണ് വൈരാഗ്യം, എന്തിനാണ് പരസ്പരം കോലാഹലങ്ങൾ, എന്തിനാണ് വാക്തർക്കങ്ങൾ? എല്ലാം ഈ 6 അടി മണ്ണിൽ ഈ പരിശുദ്ധ പള്ളിപ്പറമ്പിൽ കുടിച്ചു മൂടി നല്ല ഒരു മനുഷ്യനായി തിരിയാൻ മനസ്സ് കാണിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ഇണങ്ങണം, അവർ എന്ത് ചെയ്തോട്ടെ, അത് പ്രശ്നമില്ല, അത് നോക്കണ്ട, നിങ്ങൾ ഇണങ്ങണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബം 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 എന്ന് പറഞ്ഞാൽ ഇത്ര പറഞ്ഞ ശേഷം കുടുംബത്തെ കുറിച്ച് 1-2 വാക്ക് പറയാം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറഞ്ഞാൽ, അല്ലെ? നമ്മുടെ വീട്ടിൽ നമ്മൾ ഭാര്യ മക്കൾ ഒരു 4 ആൾ താമസിക്കുകയാണ്. തൊട്ടടുത്ത അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും വന്നപ്പോ ആ വീട്ടിലുണ്ടാകുന്ന സന്തോഷം, സമാധാനം, അതാണ് കുടുംബം. ഈ കുടുംബം 3 നിലക്കുള്ള കുടുംബമുണ്ട് എന്നാണ് അള്ളാന്റെ മഹാന്മാർ പറയുന്നത്. ഒന്ന് നസബിനാലുള്ള കുടുംബം. നസബ് എന്ന് പറഞ്ഞാൽ എന്റെ വാപ്പ, എന്റെ ഉമ്മ, എന്റെ ജ്യേഷ്ഠൻ, എന്റെ അനുജൻ, എന്റെ പെങ്ങൾ, ഇങ്ങനെ വരുന്ന ഒരു കുടുംബം. രണ്ടാമത്തെ കുടുംബം മുലകുടി ബന്ധത്തിനാലുള്ള കുടുംബം. ഒരു കുട്ടി 2 വർഷം പ്രായത്തിന്റെ മുമ്പ്, 2 വയസ്സ് തികയുന്ന പൂർത്തിയാകുന്നതിന്റെ മുമ്പ് ഏതെങ്കിലും ഒരു പെണ്ണിൽ നിന്ന് 5 തവണ മുലപ്പാല് കുടിച്ചാൽ ആ പെണ്ണി കുഞ്ഞിന്റെ ഉമ്മയായി, ആ പെണ്ണിന്റെ ഭർത്താവ് കുട്ടിയുടെ വാപ്പയായി, ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ മക്കൾ സഹോദര സഹോദരങ്ങളായി, ഇങ്ങനെ വരുന്ന ഒരു കുടുംബം. മൂന്നാമത്തെ കുടുംബം മുസാഹറത്തിനാലുള്ള കുടുംബം, പെൺകെട്ട് ബന്ധത്തിനാലുള്ള കുടുംബം. ഞാൻ ചോദിക്കട്ടെ, ഈ 3 കുടുംബത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന കുടുംബം ഏതാ? പെൺകെട്ട്. വേണ്ട, നീ ഞാൻ വീട്ടിൽ പെണ്ണ് കെട്ടി ഓന്റെ കണ്ണ് പൊട്ടി, വെറുതെ പണ്ടത്തെ ആളല്ലേ പറഞ്ഞു. ഏറ്റവും കൂടുതൽ നമ്മൾ വില കൽപ്പിക്കുന്നത്
അല്ലേ? പിന്നെ ഓന്റെ ഉപ്പ ഓൻ ഉപ്പ ഓളെ ഉപ്പന്നെ ഓന്റെ ഉപ്പ, ഓളെ ഉമ്മന്നെ ഓന്റെ ഉമ്മ. പിന്നെ ഓൻ ഉപ്പയില്ല ഉമ്മയില്ല, ഓന്റെ ഉപ്പ ഉമ്മ വീട്ടിലാണ്, ഒരു ഉപ്പും ചാക്കിനെ പോലെ കഴിയാൻ. എന്നിട്ട് ഒരു മൈൻഡ് ചെയ്യാതെ അവരവഗണിക്കുന്ന ലോകം ഒരിക്കലും രക്ഷപ്പെടൂല. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന ഇങ്ങനെയുള്ള 3 കുടുംബത്തിൽ അള്ളാന്റെ മഹാന്മാർ പറയാണ്, ഉദാഹരണം പറയാം, ഒരു 150 വീടുകളുണ്ട് എന്ന് സങ്കല്പിക്കാം. എന്നാൽ ഈ 150 വീടുകൾ എന്ന് പറയുമ്പോൾ 50 വീടുകളാണ്. ഈ 50 വീടുകളിൽ ഓരോ വീടുകളിലും 200 പേരുണ്ടെന്ന് സങ്കല്പിക്കാം. അപ്പൊ എത്രയായി? 600 പേരായി. അവിടെ മുലകുടിക്കുന്ന കുട്ടിയുണ്ടാകും, വയോധികരുണ്ടാവും, യൗവനത്തിലേക്ക് കാലെടുത്ത് വെച്ചവരുണ്ടാവും, ഇങ്ങനെ പല നിലക്കുള്ള ആളുകൾ ഉണ്ടാവും. ഇവരെ ബന്ധിപ്പിക്കുന്ന ആ 3 ബന്ധത്തിനുള്ള പേരാണ് കുടുംബം എന്ന് പറയുന്ന ബന്ധം. അല്ലാതെ ഇനി ഏതെങ്കിലും നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ആരെ കുടുംബാക്കാൻ പോകണം. ഇങ്ങനെ ഈ 3 നിലക്കുള്ള ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവർ നമ്മുടെ കുടുംബക്കാരാണ്. ഈ കുടുംബത്തിന് അറബിയിൽ പറയുന്നത് റഹിം എന്നാണ്. റഹിം. ആരാണ് എന്റെ പ്രിയപ്പെട്ടവരെ റഹിമി എന്ന് പേര് വെച്ചതാരാ? ഞാനല്ല, നിങ്ങളല്ല, ഏതെങ്കിലും ഒരു അറബി പദമല്ല. അല്ലാഹു തആല തന്നെ ഒരു ഖുദ്സിയായ ഹദീസിൽ പറയുകയാണ്, റഹിമി എന്ന് പേര് വെച്ചത് ആരാണെന്നറിയോ? കുടുംബത്തിന് റഹിമി എന്ന് പേര് വെച്ചത് ആരാണെന്നറിയോ? അല്ലാഹു തആല പറയുകയാണ് ഒരു ഖുദ്സിയായ ഹദീസിൽ, അല്ലാഹു അനർ റഹ്മാൻ. അല്ലാഹു തആല പറയാണ്, ഞാൻ അല്ലാഹയാണ്, ഞാൻ റഹ്മാനാണ്. എനിക്കൊന്നല്ല രണ്ടല്ല 99 പേരുകളുണ്ട്. എനിക്ക് 99 പേരുകളുണ്ട്. എന്നാൽ ആ 99 പേരുകളിൽ വെച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്റെ പേര് ഏതാണെന്നറിയോ? റഹ്മാൻ. റഹ്മാൻ എന്ന് പറയുന്ന എന്റെ പേരാണ്. റഹ്മാൻ എന്ന് പറയുന്ന എന്റെ പേരാണ്. ആ പേരിനെ കുറിച്ച് അല്ലാഹു തആല പറയാണ്, റഹ്മാൻ എന്ന് പറയുന്ന എന്റെ 99 പേരുകളിൽ നിന്നുള്ള ഒരു പേര് ഞാൻ വലിച്ചെടുത്തു. എന്നിട്ടോ ഫശഖഖതു ലഹാ ഇസ്മൻ മിൻ ഇസ്മിഹി, എന്റെ റഹ്മാൻ എന്ന പേരിൽ നിന്നുള്ള നൂന് ഞാൻ കട്ട് ചെയ്തു. റഹ്മാൻ എന്ന് പറയുന്ന എന്റെ പേരുണ്ടല്ലോ, ആ പേരിൽ നിന്നുള്ള നൂന് ഞാൻ കട്ട് ചെയ്യുകയാണ്. റഹ്മാന്റെ നൂന് കട്ട് ചെയ്താൽ റഹിമ് എന്നായി. എന്നിട്ടോ ആ റഹിമി എന്ന് പറയുന്ന പേര് ഞാൻ എന്റെ സൃഷ്ടിജാലങ്ങളിൽ നിന്നുള്ള ഒരു സൃഷ്ടിക്ക് പോലും വെച്ചു കൊടുത്തില്ല. ശാസ്ത്രലോകം പറയും പോലെ ദുനിയാവിൽ തന്നെ 6 കോടി സൃഷ്ടിജാലങ്ങളുണ്ടല്ലോ, ഒരു സൃഷ്ടിക്ക് പോലും ആ പേര് ഞാൻ വെച്ചു കൊടുത്തില്ല. അല്ലാഹു തആല പറയാണ്, ഞാൻ ആ പേര് വെക്കാൻ തിരഞ്ഞെടുത്ത ആളാരാണെന്നറിയോ? ആ പേര് വെച്ചു കൊടുക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത ആളാരാണെന്നറിയോ? കുടുംബം എന്ന് പറയുന്ന സൃഷ്ടിയാ, കുടുംബം എന്ന് പറയുന്ന സൃഷ്ടിയാ. ആ കുടുംബം എന്ന് പറയുന്ന സൃഷ്ടിക്ക് ഞാൻ റഹീം എന്ന് പേര് വെച്ചു കൊടുത്തു. എന്നിട്ടും അല്ലാഹു തആല പറയാണ്, ആ സൃഷ്ടിയെ ഞാൻ പറഞ്ഞേക്കുന്നില്ല, ദുനിയാവിലേക്ക് ആ സൃഷ്ടിയെ ഞാൻ പറഞ്ഞേച്ചില്ല. എന്നിട്ടും അല്ലാഹു തആല ആ പരിശുദ്ധമായ സൃഷ്ടിയെ തന്റെ അർശിന്റെ താഴ്വരയിൽ കെട്ടിത്തൂക്കുകയാ, തന്റെ അർശിന്റെ താഴ്വരയിൽ കെട്ടിത്തൂക്കുകയാണ്. എന്നിട്ടും അല്ലാഹു തആല ആ കുടുംബം എന്ന് പറയുന്ന സൃഷ്ടിയോട് ചോദിക്കുകയാണ്, കുടുംബമേ നിന്റെ ആവശ്യം എന്താ? കുടുംബമേ, കുടുംബമേ നിന്റെ ആവശ്യം എന്താണ്? കുടുംബമേ എന്ത് എന്നോട് പറയൂ. ആ സമയത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ കുടുംബം എന്ന് പറയുന്ന സൃഷ്ടി പടച്ചവനോട് പറയുന്നത്, അല്ലാഹുവേ പടച്ചവനേ, മൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതാനി ഖതാഹുല്ലാഹ്. പടച്ചവരെ ദുനിയാവിൽ ആരെങ്കിലും ഒരാൾ ഈ ദുനിയാവിൽ എന്നെ ചേർത്ത് കഴിഞ്ഞാൽ അവനെ നീ ചേർക്കണേ അല്ലാഹ്. ആരെങ്കിലും ഒരാൾ എന്നെ മുറിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും എന്റെ ബന്ധം അവിടെ നിന്ന് മുറിച്ചു കഴിഞ്ഞാൽ അവനെ നീ മുറിച്ച് കളയണേ അല്ലാഹ്. കുടുംബം എന്ന സൃഷ്ടി അല്ലാഹുവിനോട് പറയാണ്, പടച്ചവനെ എന്നോട് ആരെങ്കിലും പിണങ്ങിയാൽ, എന്നെ മുറിച്ചാൽ അവനെ നീ മുരിക്കണം. അപ്പൊ ആരെങ്കിലും ഒരാൾ ഉപ്പളക്കുന്നിലുള്ള ഈ സദസ്സിലുള്ളവർ, ഈ നാട്ടിലുള്ളവർ അല്ലാഹുവിനോട് കുടുംബത്തോട് പിണങ്ങിയിട്ടുണ്ടോ? അവൻ അല്ലാഹുവിനോട് പിണങ്ങി വരാം. അവൻ അള്ളാന്റെ ബന്ധം വിച്ഛേദിച്ചവനാണ്. പിന്നെ നിന്റെ നിസ്കാരം അള്ളാഹിനോട് പിണങ്ങി കിടന്നിട്ട് അള്ളാഹ്ക്ക് എന്തിനാ നിന്റെ നിസ്കാരം? അള്ളാഹ്ക്ക് എന്തിനാ നിന്റെ നോമ്പ്? അള്ളാഹ്ക്ക് എന്തിനാ നിന്റെ ഖുർആൻ?
അള്ളാനെ മുറിച്ചു കളയുമ്പോ, കുടുംബത്തെ മുറിച്ചു കളയുമ്പോ, ആ ബന്ധം തിരസ്കരിക്കുമ്പോ അള്ളാഹ് നിന്നെ അവന്റെ ലിസ്റ്റിൽ നിന്ന് റിജക്ട് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ബറാഅത്തിന്റെ രാത്രി പോലും അല്ലാഹു ഈ ഉപ്പളക്കുന്നിൽ ഒരു വിഭാഗത്തിന് അല്ലാഹ് പൊറുക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയുമോ? വല്ലാത്ത രാത്രിയാണല്ലോ, ദിവസങ്ങൾ കഴിഞ്ഞാൽ കടന്നു വരുന്ന രാത്രിയാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത പോരിശയുള്ള രാത്രിയാണല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ ഇമാമികൾ പറയുന്നത്, ആദരണീയനായ മദനി ഉസ്താദിനെ പോലോത്ത നൂറുകണക്കായ എന്നെ പോലോത്ത അഷ്ടദിക്കുകളുള്ള പടച്ചവന്റെ ലോകത്തുള്ള പള്ളി ഇമാമിങ്ങൾ പറയുന്നത്, ചെറുപ്പക്കാരാ, അന്നത്തെ രാത്രി അനാവശ്യ അനാശാസ്യതകളിലൂടെ നീങ്ങാനുള്ള രാത്രിയല്ല. പെങ്ങളെ, അന്നത്തെ രാത്രി അപ്പം ചുടാനുള്ള രാത്രി മാത്രമല്ല, അത് വല്ലാത്ത രാത്രിയാ. അത് അല്ലാഹു ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന രാത്രിയാ. പടച്ചവൻ ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന രാത്രിയാണ്. എന്നിട്ടും അല്ലാഹു തആല ചോദിക്കുകയാണ്, ആർക്കാണ് എന്നോട് റിസ്കിനെ തേടാനുള്ളത്? അവർ റിസ്കിനെ തേടിക്കോ. ആയുസ് ചോദിക്കാനുള്ളത് ചോദിച്ചോ, റഹ്മത്ത് ചോദിക്കാനുള്ളത് ചോദിച്ചോ. അതുകൊണ്ടാണ് നമ്മുടെ ഇമാമികൾ പറഞ്ഞത്, അന്നത്തെ രാത്രി 3 യാസീനോദണേ, ദുഹാന സൂറത്ത് പാരായണം ചെയ്യടേ, ഒരുപാട് ദിക്റുകൾ പറയണേ. വല്ലാത്ത പുണ്യമുള്ള രാത്രി നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 10 ദിവസങ്ങളെ ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ബറാഅത്ത് രാത്രി വരാനേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, നീ 3 അല്ല 300 അല്ല 3000 അല്ല 3 ലക്ഷം യാസീൻ ഓതിയാ പോലും ഈ ഉപ്പളക്കുന്നിലുള്ളവർ വീട്ടിലേക്ക് അല്ലാഹു നോക്കൂല. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഉണ്ടാവില്ല. പടിഞ്ഞാറ് ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ അസ്തമിച്ചത് മുതൽ എന്റെ പ്രിയപ്പെട്ടവരെ, പ്രഭാതം പൊട്ടിവിടുന്നത് വരെ എത്ര പടച്ചവരോട് പൊട്ടിക്കരഞ്ഞാലും അല്ലാഹു ദുആ സ്വീകരിക്കൂല. നീ എത്ര യാസീൻ ഓതിയാലും, എത്ര ഖുർആൻ ഓതിയാലും, എത്ര അമലുകൾ ചെയ്താലും, എത്ര നന്മകളുടെ കുമ്പാരങ്ങൾ പടച്ചവൻ അർപ്പിച്ചാ പോലും അല്ലാഹു ഉപ്പളക്കുന്നിൽ തിരിഞ്ഞു നോക്കാത്തവര് വീടുണ്ട് മുസ്ലിമേ. അല്ലാഹു റിസ്ക് തീരുമാനിക്കുന്ന രാത്രിയാ രാത്രി, അല്ലാഹു ആയുസ് നീളമാക്കുന്ന രാത്രിയാ രാത്രി, അല്ലാഹു ഒരുപാട് മരിച്ചവർക്ക് പുറത്തു കൊടുക്കുന്ന രാത്രിയാ രാത്രി. റഹ്മത്തിന്റെ നോട്ടം കൊണ്ട് ഓരോ വീടുകളിലുള്ള പാപികളായ പാവപ്പെട്ട പടച്ചവന്റെ അടിമകളിലേക്ക് അല്ലാഹുവിന്റെ കാരുണ്യം എതിരുന്ന രാത്രിയാ രാത്രി. അല്ലാഹു എന്നാ പോലും ആ രാത്രിയിൽ തിരിഞ്ഞു നോക്കാത്ത പടച്ചവന്റെ നോട്ടമില്ലാത്ത ഒരു വീട് ഉപ്പളക്കുന്നിലുണ്ട് മുസ്ലിമേ. ഏതാ ആ വീട്? ഏതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, കുടുംബബന്ധം മുറിച്ച വീട്. കുടുംബബന്ധം മുറിച്ച വീട്ടിലേക്ക് ബറാത്തിന്റെ രാത്രിയിൽ പോലും അല്ലാഹു നോക്കിയാല. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അതിനൊന്നും ആമിയാക്കിയിട്ടും കാര്യമില്ല. നമുക്ക് നല്ല ബുദ്ധി തോന്നണം, നല്ല മനസ്സ് തോന്നണം. നേരെ ഇറങ്ങാൻ, നാളെ രാവിലെ പോയിട്ട് ആരോടൊക്കെ പിണങ്ങി കിടന്നുണ്ടോ ഒന്ന് ഉഷാറാവാ. കാരണം മരിക്കാനായി. 3 ദിവസത്തിന്റെ ദുനിയാവല്ലേ, നമ്മളത് എന്തുണ്ടെങ്കിലും മാഫാക്കണം. അപ്പൊ ചിലപ്പോ തമാശയാക്കും, നിങ്ങൾ അജ്ജിന് വന്നായിരിക്കും ചോദിക്കട്ടെ, നിങ്ങളെ കളിയാക്കട്ടെ, നിങ്ങൾ ആരും കുറ്റപ്പെടുത്തട്ടെ, നമ്മൾ പഠിച്ചവന്റെ ആളുകൾ. ഇല്ലെങ്കിൽ നമ്മൾ അള്ളാഹിനോട് പിണങ്ങി കിടക്കുന്ന ആളുകളാ. ഇപ്പോഴും പിണങ്ങിക്കിടക്കുന്ന അബൂ ഹുറൈറ തങ്ങൾക്കൊരു പതിവുണ്ടായിരുന്നു. ഇങ്ങനെ വാള് പറയും, അവസാനം പറയും, വാളല്ലേ കേട്ടല്ലോ, ഉഷാറായില്ലേ, ഇനി ദ്വാരക്കാൻ പോവാണ്. കള്ളു കുടിക്കുന്നവനിരിക്കാം, പെണ്ണ് പിടിച്ചവനിരിക്കാം, എത്ര തമ്മാടിത്തനം ചെയ്ത ആൾക്ക് ഇരിക്കാം. ദുആക്ക് അല്ലാഹു ഉത്തരം. പക്ഷേ ഒരു വിഭാഗം ആളുകൾ പെട്ടെന്ന് എഴുന്നേറ്റ് പൊക്കോ. നിങ്ങൾ ഇരുന്നാൽ, നിങ്ങൾ ദുആക്ക് ആമീൻ പറഞ്ഞാൽ അല്ലാഹു നിങ്ങളുടെ ഒരാളുടെ കാരണം കൊണ്ട് അല്ലാഹു ദുആഇന് ഉത്തരം ചെയ്യും. ഒരു ഗ്ലാസ് ചായക്ക് ഒരു തുള്ളി മൂത്രം വീണത് പോലെ. മഹാന്മാരായ ശ്രോതാക്കൾ ചോദിക്കുകയാണ്, ആരാണ് അബൂ ഹുറൈറ തങ്ങളെ? ആരാണ് അബൂ ഹുറൈറ തങ്ങൾ? പറയാണ്, കുടുംബ ബന്ധം മുറിച്ചവ, കുടുംബത്തോട് പിണങ്ങിക്കിടന്നവ. ആരെങ്കിലും ഒരാൾ ഈ സദസ്സിലുണ്ടോ? അല്ലാഹു ഈ സദസ്സിൽ ഒരു കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല എന്ന് മാത്രമല്ല, അല്ലാഹു തിരിഞ്ഞു നോക്കി.
എന്നാൽ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ ഇന്ന് എങ്ങനെ? ഞാൻ പറയേണ്ടതില്ല. മഹാനായ ഉമർ ഖാദി തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ച ഒരു കവിതയിലൂടെ പറയാം. അലിഫുൽ ഖാരിബി ഫിസ്സമാനി കദിൻ കലാബ് ഐനം ഫസ്വാറൽ അഖറബൂന അഖാരിബാ. ഉമർ ഖാദി തങ്ങൾ പറയാണ്, അലിഫ്, ഖാഫ്, റാ, ബാ എന്നീ 4 അക്ഷരങ്ങളുള്ള അഖ്റബ് എന്ന് പറയുന്ന പദത്തിന് അറബിയിൽ പറയുന്ന ഈ പദത്തിനുള്ള നമ്മളെ മലയാള അർത്ഥം കുടുംബം എന്ന. കുടുംബം എന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹിക്കാനും സഹകരിക്കാനും ഒത്തൊരുമിക്കാനും നല്ല നിലക്ക് കഴിയാനുമുള്ള ഒരു രീതിയാണ് കുടുംബം എന്ന് പറയുന്നത്. പക്ഷേ ഉമർ ഖാദി തങ്ങൾ പറയാണത് പോയി ഐനം ഫസ്വാറൽ അഖറബൂന അഖാരിബാ. അലിഫ് പോയി ഐനായി അഖറബ് എന്ന്. അഖറബ് എന്ന് പറഞ്ഞാൽ എന്താ? തേള് എന്ന്. തേളിന്റെ സ്വഭാവം എന്താ? മനുഷ്യനെ കൊത്തും, മനുഷ്യനെ മരിപ്പിക്കാൻ പോലും സാധ്യതയുണ്ട്. പരസ്പരം കൊത്തുന്ന, പരസ്പരം ചീറ്റുന്ന, മനുഷ്യനെ മരിപ്പിക്കുന്ന, മരവിപ്പിക്കുന്ന തീളുകളാക്കി അള്ളാഹു മാറ്റിയിരിക്കുകയാണ് ഇന്നത്തെ കുടുംബം. ഇത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് ഓർമ്മ വരുന്നത് പാലക്കാട് ജില്ലയിൽ ഇതുപോലത്തെ പ്രഭാഷണ വേദിയിലേക്ക് കടന്നു പോയപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ വയത് കഴിഞ്ഞ് വേദി വിട്ടിറങ്ങുമ്പോ ഒരു ചെറുപ്പക്കാരന്റെ അടുത്ത് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, കാണാൻ നല്ല സുന്ദരനാ, നല്ല ഗ്ലാമറാ, നല്ല ആഫിയത്തുള്ളവനാ, ഒരു ചെറുപ്പക്കാരന്റെ ദുആ വസിയത്തിന്റെ പ്രിയപ്പെട്ടവരെ ഉസ്താദ് വന്ന് മരിക്കാൻ ദുആ ചെയ്യണം ഉസ്താദ്. ആഫിയത്തുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരന്റെ മരണത്തിന്റെ ദുആ വസിയത്ത് കേൾക്കുമ്പോ എന്നെ വല്ലാതെ അമ്പരപ്പിച്ചു പോയി. കൂട്ടുകാരായ സംഘാടകരോട് ചോദിച്ചു, ഇവനിക്കെന്തേ വല്ല വട്ടുമുണ്ടോ? കാരണം കാണാൻ നല്ല സുന്ദരനല്ലേ, അഴകുള്ളവനല്ലേ, എന്തിനാണ് ഇങ്ങനെ പറയാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ സംഘാടകരായ കൂട്ടുകാരെ പറഞ്ഞു, ഉസ്താദേ, അവനോട് തന്നെ ചോദിച്ചു നോക്കുമോ, വല്ലാത്ത കഥന കണ്ണീരാട്, അവന്റെ ജീവിതം വല്ലാത്ത കഥന കണ്ണീരാട്. പള്ളിയുടെ തൊട്ടടുത്തുള്ള കോടി കൊണ്ട് രൂപ വെച്ച്, കോടി രൂപ കൊണ്ട് വീട് വെച്ച 1 കോടിയുടെ വീട് കാണിച്ചുകൊണ്ട് പറയാണ്, ഉസ്താദേ, ആ വീടാണ് അവന്റെ വീടെന്ന് പറയുമ്പോ മനസ്സ് വല്ലാത്ത പൊട്ടിപ്പോയി. പല യുവാക്കളും ഗൾഫ് രാജ്യത്തുള്ള ജോലികൾ പറകത്ത് കിട്ടാൻ, നാട്ടിലുള്ള ജോലിയൊന്നും നിലനിന്ന് കിട്ടാൻ, കടബാധ്യതകൾ തീരാൻ, വീട് പൂർത്തിയാവാൻ, ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ, മക്കൾ സ്വാലിഹീങ്ങളാവാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോ അല്ലാഹുവേ, അമ്പരപ്പിക്കുന്ന വസിയത്തുമായി ആ ചെറുപ്പക്കാരൻ എന്റെ മുന്നിലോട്ട് വരുമ്പോ അവന്റെ കഥന കണ്ണീര് തുടങ്ങുകയാണ്. ഉസ്താദേ, എങ്ങനെയാ ഞാൻ പറയാ, മനസ്സുകൊണ്ട് പൊട്ടിക്കറിഞ്ഞ ചെറുപ്പക്കാരന് പറയാണ്, ഉസ്താദേ, 10 മാസത്തിലുണ്ടല്ലോ ഉസ്താദേ, എന്റെ കുടുംബത്തിൽ 9 പേര് ഈ ലോകത്തിൽ നിന്ന് മരിച്ചുപോയി ഉസ്താദ്. ഒന്നല്ല രണ്ടല്ല, 10 മാസത്തിൽ 9 പേര് മരിച്ചുപോയി എന്ന ചെറുപ്പക്കാരന് പറയുമ്പോ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി, സങ്കടപ്പെട്ടു പോയി. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു, വല്ല ദുരൂഹതയിലൂടെയാണോ, അപകടത്തിലൂടെയാണോ? കാരണം ഇങ്ങനെ പെടമനയായി മരിക്കാൻ വല്ല ദുരൂഹതയും ഉണ്ടാവുമല്ലോ. ആ ചെറുപ്പക്കാരന് പറഞ്ഞു, ഉസ്താദേ, ഒരു ദുരൂഹതയുമില്ല, ഒരു അപകടവുമില്ല, ഒരു മുങ്ങി മരിക്കലുമില്ല. എന്റെ കുടുംബത്തിന് 10 മാസത്തിൽ 9 പേര് ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറയാൻ കാരണക്കാരാണെന്നറിയോ? അല്ലാഹു എന്റെ വാപ്പാക്ക് വലിയ ആദിത്യം കൊടുത്തപ്പോ, കോടിക്കണക്കായ ഐഷാരാമം കൊടുത്തപ്പോ, അല്ലാഹു എന്റെ വാപ്പയെ പട്ടിണിക്കിടാത്തപ്പോ, വേണ്ടുവോളം അല്ലാഹു വാരിക്കോരി കൊടുത്തപ്പോ, എന്റെ വാപ്പയെ അല്ലാഹു ചുരുക്കി പറഞ്ഞാല് കോടീശ്വരനാക്കിയപ്പോ, എന്റെ വാപ്പാന്റെ സ്വന്തം അനുജനില്ലേ, എന്റെ എളാപ്പയില്ലേ, ഞങ്ങൾക്ക് മാരണം ചെയ്തതാണ് ഉസ്താദ്, ഞങ്ങൾക്ക് മാരണം ചെയ്തതാണ് ഉസ്താദേ.
അതിന്റെ പേരിൽ പരക്കമുറ്റാത്ത മക്കളടക്കമുള്ള യൗവനത്തിലേക്ക് കാലെടുത്ത് വെച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളടക്കമുള്ള വയോധികരായ എന്റെ വാപ്പയും അടക്കിയുമുള്ള 9 പേര് 10 മാസത്തിൽ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു ഉസ്താദേ എന്ന് പൊട്ടിക്കരഞ്ഞ ചെറുപ്പക്കാരന് പറയുമ്പോ ഇന്നും നമ്മുടെ ജീവിതവും അങ്ങനെയല്ലേ പ്രിയപ്പെട്ടവരെ? പരസ്പരം കൂടപ്പറപ്പുകളെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയുന്നില്ല. സ്നേഹവും ബന്ധവും മറന്നുപോയി. കൂടപ്പറപ്പുകൾ തമ്മിൽ കലാപങ്ങളുമായി കഴിഞ്ഞുകൂടുകയാണ്. തന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരുടെ വേദന പുരോഗതികളിൽ വേദനിക്കുന്നവരാ നമ്മള്, അവന്റെ ഉയർച്ചകളിൽ അസൂയപ്പെടുന്നവരാ നമ്മള്. ആരാ എന്റെ പ്രിയപ്പെട്ടവരെ? പൂർവ്വകാലത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കുമോ? ഒരേ ഉമ്മാന്റെ വയറ്റിൽ നിങ്ങളെ കിടന്നവരല്ലേ? ഒരേ ഉമ്മാന്റെ പള്ളയിൽ ചാടിക്കളിച്ചവരല്ലേ? ഒരേ ഉമ്മാന്റെ പള്ളയിൽ കിടന്ന് രക്തം കുടിച്ചവരല്ലേ? ഇന്ന് 40-50 വർഷം പിന്നിടുമ്പോ സ്വന്തം പെങ്ങളെ മറന്ന ചെറുപ്പക്കാരാ ഇന്ന് നമ്മളെ കാണുന്നവരല്ലേ? നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഊഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സങ്കല്പിച്ചു തരട്ടെ. നിന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ നീ കാണുന്നവരാ. തന്റെ പ്രിയപ്പെട്ട മൂത്ത മകളുണ്ടല്ലോ, ഇളയ മകനെ കലാലയത്തിലേക്ക് വിരൽ തുമ്പ് പിടിച്ചു കൊണ്ടുപോവുകയാണ്, മദ്രസയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ പൊന്നുമോന് പനി പിടിപെട്ടാൽ ഒരു ഉമ്മയെ പോലെ സംരക്ഷിക്കുന്നത് നിന്റെ മൂത്ത മകളാണ്. ചോറുവാരി കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും നിന്റെ മൂത്ത മകളാണ്. അല്ലാഹുവേ, ആ പൊന്നുമോന് വഴുതി വീണാൽ മുട്ടു തടകി കൊടുക്കുന്നത് നിന്റെ മൂത്ത മകളാ. ഇങ്ങനെയുള്ള ഒരു കാലമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഈ ഉപ്പളക്കുന്നിൽ നിങ്ങൾക്കൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. 40 വർഷത്തിന്റെ മുമ്പുള്ള നിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കുമോ? 35 വർഷത്തിന്റെ മുമ്പുള്ള നിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കുമോ? നിന്റെ വിരൽ തുമ്പ് പിടിച്ച് നിന്റെ കലാലയങ്ങളിലേക്ക് കൊണ്ടുപോയി നിന്റെ പെങ്ങള്, നിന്നെ മദ്രസയിലേക്ക് താങ്ങിപ്പിടിച്ചു കൊണ്ടുപോയി നിന്റെ പെങ്ങള്, നിനക്ക് ചോറ് വാരി തന്ന നിന്നെ കുളിപ്പിച്ച നിന്റെ വസ്ത്രം അലക്കിയ നിന്റെ കൂട്ടുകാരിയായി കളിക്കൂട്ടുകാരിയായി ജീവിച്ച പെങ്ങളിതാ. പടച്ചവനെ, ഉപ്പളക്കുന്നിന്റെ ഓരോരുമ്പോ ചുണ്ടുചുകന്ന ഭാര്യ വരുമ്പോ ആരോഗ്യമുള്ള മക്കള് കിട്ടുമ്പോ സ്വന്തം പെങ്ങളെയും ജ്യേഷ്ഠനെയും മറന്ന ചെറുപ്പക്കാരാ, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പാടുപെട്ടുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട പെൺമക്കളും കുടുംബവുമായി കഴിയുന്ന തന്റെ സഹോദരനെയും സഹോദരിയും തിരിഞ്ഞു നോക്കാത്ത മുസ്ലിമേ, പടച്ചവനെ 28-30കാരിയായ തങ്ങൾക്കുള്ള പെൺമക്കളെ ഒരു ഗ്രാമ സ്വർണ്ണത്തിന് പോലും ഗതിയില്ലാതെ പള്ളിയുടെ മുമ്പിൽ മുസല്ലി വിരിച്ച് യാചിക്കുമ്പോ, വീട് വീടാന്തരം പോയി കൈനീട്ടി യാചിക്കുമ്പോ സ്വന്തം പ്രിയപ്പെട്ട പൊന്നുമോളെ ലക്ഷക്കണക്കായ രൂപകളെ ദൂർത്തടിച്ചുകൊണ്ട് അവിടുത്തെ പെങ്ങളുടെയും സഹോദരന്റെയും പെൺമക്കളെ കാണാത്തതുപോലെ നടിക്കുന്ന എന്റെ ഉപ്പളക്കുന്നിലുള്ള മുസ്ലിമേ, 2 നിലയുള്ള വലിയ കൊട്ടാരം പോലൂത്ത ഭവനം വെച്ച് മഴ പെയ്താൽ ചോർന്നടിക്കുന്ന വീടിന്റെ കത്തളത്ത് പടച്ചവരെ, നിന്റെ പെങ്ങളിതാ കടിയുമ്പോ ആ വീട്ടിലേക്കൊന്ന് 10 രൂപ പോയി നീട്ടാനും മനസ്സ് കാണിക്കാത്ത മുസ്ലിമേ, നിനക്ക് അല്ലാഹുവിന്റെ പൊരുത്തമില്ലടാ, നിന്റെ അമലുകൾ അല്ലാഹുക്ക് വേണ്ടടാ, നിനക്ക് ദീർഘായുസ് പോലും ഇല്ലടാ. അല്ലാഹു നിന്റെ വീട്ടിലേക്ക് ബറാഅത്തിന്റെ രാത്രിയിൽ പോലും തിരിഞ്ഞു നോക്കൂല്ലടാ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. എന്താ എന്റെ പ്രിയ ഗൗരവമാണ് കുടുംബം എന്ന് പറഞ്ഞാൽ? ഗൗരവം. അല്ലാഹു നമുക്ക് ഹിദായത്ത്. എന്താ കുടുംബം? കുടുംബം എന്ന് പറഞ്ഞാൽ, കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീകളുടെ ഭാഗത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകർ ബക്കറ്റ് കൊടുത്തേക്കാണ്. എല്ലാ സഹോദരിമാരും നല്ല മനസ്സ് വെച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബം നന്നാവണമെന്ന നല്ല മനസ്സോടെ ഇൻഷാ അല്ലാഹ് അകമൊഴിഞ്ഞ് നമ്മുടെ സംഘാടകരെ ഈ പരിപാടിയെ സഹായിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. അല്ലാഹു സഹായിക്കുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖൈറും ബറക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കട്ടെ. എന്താണ് കുടുംബം? കുടുംബബന്ധം. കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ കുടുംബം എന്ന് പറഞ്ഞാൽ എന്തെന്ന്, ഇനി കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസൽ വാസിലു ബിൽ മുകാഫി, ലൈസൽ വാസിലു ബിൽ മുകാഫി. കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ പ്രത്യുപകാരമല്ല. എന്നറിഞ്ഞാൽ ഒരാൾ അവന്റെ കുടുംബത്തിലുള്ള പെങ്ങൾക്ക് വീട് പണിയുന്ന സമയത്ത് സഹായിച്ചു,
ജ്യേഷ്ഠന്റെ മകളെ കെട്ടിച്ചയക്കുമ്പോ ലക്ഷക്കണക്കായ പൈസ അല്ലെങ്കിൽ നീ എന്നെ കെട്ടിച്ചു കൊടുത്തു, ഇതല്ല. അപ്പൊ നിങ്ങൾ പറയും ഞാൻ കൊടുത്തു ഉസ്താദ്, അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു, ഒരു നന്ദിയും ഇവർക്കില്ല എന്ന് പറയലല്ല കുടുംബ ബന്ധം. പിന്നെയോ അല്ലാഹുവിന്റെ റസൂല് പറയാണ് യഥാർത്ഥ കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറയാണ് ഇദാ ഖതഅത റഹിമഹു വസലഹ, ഇദാ ഖതഅത റഹിമഹു വസലഹ. നീ മുറിച്ച ബന്ധത്തെ നീ ചേർക്കാൻ വേണ്ടി പോകുമ്പോ നിന്റെ പെങ്ങൾ നിന്റെ ജ്യേഷ്ഠൻ നിന്നെ ആട്ടി ഓടിച്ചു. എന്നാൽ അവർ ആട്ടി ഓടിക്കട്ടെ, അവർ എന്നെ കുറ്റപ്പെടുത്തട്ടെ, അവർ എന്നെ ശകാരിക്കട്ടെ, അവർ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നിന്നെ വേണ്ട എന്ന് വെച്ചവരെ എനിക്ക് വേണമെന്ന് പറയലാണ് യഥാർത്ഥ കുടുംബബന്ധമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ നേതാവ് നമുക്ക് മാതൃകയായി കാണിച്ചത്? ആരായിരുന്നു ധിക്കാരിയായ അബൂജഹൽ? ലഅനത്തുല്ലാഹി. അബൂജഹലിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ലഅനത്തുല്ലാഹി അലൈഹി. കാരണം അത്ര നല്ല ആളാണ്. അബൂലഹബും അബൂജഹലും നോക്കിയാല് രണ്ടുപേരെയും അങ്ങ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് അവരെ നോക്കിയാൽ ഈ രണ്ടുപേരിൽ ഏറ്റവും മോശപ്പെട്ട ആളാണ് അബൂജഹൽ. റസൂലുള്ളാഹിനെ വേദനിപ്പിച്ച പരിശുദ്ധ മക്ക പരിശുദ്ധമായ കഅബാലയത്തിന്റെ മത്താഫിൽ വെച്ച് തവാഫ് ചെയ്യുമ്പോൾ റസൂലുള്ളാഹിന്റെ തലയിലേക്ക് അമ്പ് കൊണ്ടടിച്ച് തല പൊട്ടിച്ചയാളാണ് അബൂജഹൽ. ചീഞ്ഞൊളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല റസൂലുള്ളാഹിന്റെ കഴുത്തിലേക്ക് ചാർത്തിയാളാണ് അബൂജഹൽ. ഇങ്ങനെ ഒരുപാട് ഉപദ്രവം കൊണ്ട് ഉപദ്രവിച്ച ആളാണ്. എന്നിട്ട് പോലും അബൂജഹൽ പനി പിടിച്ച് തളർന്നു കിടക്കാം. ഈ തളർന്നു കിടക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് ഈ വിവരം എത്തി. അന്ന് മക്കയിലാണ് റസൂലുള്ളാഹി ഉള്ളത്. ഈ വിവരം എത്തിയപ്പോ റസൂലുള്ളാഹി തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, നാളെ രാവിലെ ഞാൻ എന്റെ അബൂജഹലിനെ കാണാൻ വേണ്ടി, എനിക്ക് പനി പിടിച്ച് തളർന്നു കിടക്കുന്ന അബൂജഹലിനെ കാണണം, അവന്റെ വീട്ടിൽ പോയി അവനെ സമാശ്വസിപ്പിക്കണമെന്നൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ മുത്തു റസൂലുള്ളാഹി പറഞ്ഞു. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ വേണ്ട നബിയെ, അവന് വലിയ ധിക്കാരിയാണ്, തമ്മാടിയാണ്, അവന്റെ അടുത്ത് പോകുന്ന പണി വേണ്ട, എന്തെങ്കിലും ഒന്ന് കുതന്ത്രം ഇനിയും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ അബൂജഹലിന്റെ അടുത്ത് ഞാൻ പോകും. റസൂലുള്ളാഹിനെ വേദനിപ്പിച്ച, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപദ്രവിച്ച അബൂജഹൽ. റസൂലുള്ള പോകുന്ന വിവരം തലേ ദിവസം രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ അബൂജഹലിന് കിട്ടി. അബൂജഹൽ എന്ത് ചെയ്തെന്നറിയോ? തന്റെ കിങ്കരന്മാരെ വിളിച്ചു പറഞ്ഞു, ഇതാ മുഹമ്മദ് നാളെ വരുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടാനില്ല. വരുന്ന വഴിയോരത്തി എന്റെ വീടിന്റെ തൊട്ടടുത്ത് വലിയ ഒരു ചതിക്കുഴി കുഴിക്കണം. ആ കുഴി കുഴിച്ചിട്ട് നാളെ മുഹമ്മദ് വരുമ്പോ ആ കുഴിയുടെ അകത്തളത്ത് വീഴണം. അതിന്റെ മുകൾ ഭാഗത്ത് അതിന് വേണ്ടി നിങ്ങൾ ഈത്തപ്പന മട്ടൽ വെച്ച് മണൽ വെതറി നല്ല സമനിരപ്പുള്ള മരുഭൂമി പോലെയാക്കി മുഹമ്മദ് വരുമ്പോ അതിന്റെ അകത്ത് പോസ്റ്റിലേക്ക് കടലാസിട്ടത് പോലെയാവും. നിങ്ങൾ വലിയ വലിയ പാറക്കല്ലെടുത്ത് മുഹമ്മദിന്റെ തല പൊട്ടിച്ച് അവന്റെ ശിരസ്സെടുത്ത് എന്റെ അടുത്ത് കൊണ്ടുവരണമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ അബൂജഹൽ പറയുന്നു. റസൂലുള്ളാഹിക്ക് ഒന്നും അറിയില്ലല്ലോ. സുബഹി കഴിഞ്ഞു, നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് അബൂജഹലിനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് മന്ദമായി അബൂജഹലിന്റെ വീട്ടിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവർ ആ ചതിക്കുഴിയുടെ അടുത്തേക്ക് എത്തിയത്. എനെങ്ങാലും 1-2 സ്റ്റെപ്പ് റസൂലുള്ള വെച്ചാൽ ആ ചതിക്കുഴിയുടെ അകത്തളത്ത് വീണ് അബൂജഹലിന്റെ മുന്നിലേക്കാണ് എന്റെ പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ ശിരസ്സെടുത്ത് അവിടുത്തെ കിങ്കരന്മാർ കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയേ എന്റെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കല്ലേ, വെച്ചാലേ ഇവിടെ വലിയൊരു ചതിക്കുഴിയുണ്ട്, ഇതിന്റെ അകത്തളത്ത് നിങ്ങൾ വീഴും, നിങ്ങളുടെ തലയറുത്ത് മാറ്റി അബൂജഹലിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള പദ്ധതിയാണ്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, എന്നാൽ ഞാൻ നിന്നുകൊള്ളാം. അള്ളാന്റെ റസൂൽ അവിടെ നിന്നു. ഈ രംഗം ലൈവായി അബൂജഹൽ തന്റെ വീട്ടിലിരുന്ന് കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അബൂജഹൽ അള്ളാന്റെ റസൂൽ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കുന്നത് കാണുന്നില്ല. ചാടി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, മുഹമ്മദ്, നീ സന്ദർശിക്കാൻ വന്ന പനി പിടിച്ച് തളർന്നു കിടക്കുന്ന അബൂജഹലാണ് ഞാൻ. വാ മുഹമ്മദ്, പെട്ടെന്ന് വന്ന് എന്നൊന്ന് മന്ത്രിക്കോ, എനിക്ക് വേണ്ടി ദുആ ചെയ്യോ, എനിക്ക് സമാശ്വാസനത്തിന് വേണ്ടി പ്രാർത്ഥിക്കോ എന്നൊക്കെ വിളിച്ചു കൂവി. റസൂലുള്ളാഹി അനങ്ങിയില്ല. അനങ്ങാതിരിക്കുമ്പോ അബൂജഹലിന്റെ ബ്രേക്ക് ഫെയിൽ.
ചാടിനേറ്റു ചാരി കസേരയിൽ നിന്ന് ഓടി വന്നു. അറിയാതെ ഏതൊരു മനുഷ്യന് വേണ്ടിയാണോ ചതിക്കുഴി കുഴിച്ചത് ആ മനുഷ്യനെ വീഴ്ത്താനുള്ള പദ്ധതിയിൽ അബൂജഹലിന്റെ ബ്രേക്ക് ഫെയിലായി. അബൂജഹൽ തന്നെ ആ കുഴിയിൽ വന്നു. അബൂജഹൽ വീണപ്പോ എന്താക്കി? ഈ കിങ്കരന്മാർ വലിയ വലിയ പാറക്കല്ലെടുത്തിട്ട്, അല്ല ആദ്യം തന്നെ പറഞ്ഞില്ലേ, മുഹമ്മദ് ആ ചതിക്കുഴിയിൽ വീണാല് അവന് വിളിച്ചു പോവും ഞാൻ അബൂജഹലാണെന്ന് രക്ഷപ്പെടാന്. നിങ്ങളൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ വലിച്ച് പാറക്കല്ല് വലിച്ചെറിഞ്ഞവന്റെ തല പൊട്ടിച്ച് ശിരസ്സെടുത്തന്റെ അടുത്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞ അബൂജഹൽ അവനറിയാതെ വീണു. കിങ്കരന്മാർ പാറക്കല്ല് വലിച്ചെറിഞ്ഞ് അബൂജഹൽ അറിയാതെ അവന്റെ തല പൊട്ടിച്ചു. അപ്പോ അവന് വിളിച്ചു കൂവി, എന്ത്, ഞാൻ അബൂജഹലാണ്. അപ്പോ കിങ്കരന്മാർ പറയാണ്, നിങ്ങളുടെ നേതാവ് അബൂജഹൽ ഇന്നലെ തന്നെ പറഞ്ഞിരിക്കുകയാണ്, മുഹമ്മദേ നീ വലിയ കെണിയനാ, രക്ഷപ്പെടാൻ പല തന്ത്രങ്ങളും ഇനിയുമെന്ന് നിങ്ങളുടെ നേതാവ് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, നിന്നെ കൊല്ലാതെ ഞങ്ങൾ വിടില്ല എന്ന് പറഞ്ഞ് പിന്നെയും കല്ലെറിയുമ്പോഴാണ് അവസാനം ചതിക്കുഴിയുടെ അകത്തളത്ത് പിടിപെട്ട അകപ്പെട്ട അബൂജഹൽ വിളിച്ചു കൂവി, ആ മുഹമ്മദ്, മുഹമ്മദേ എന്നൊന്ന് രക്ഷപ്പെടുത്തോ, എന്നെ ഇവർ കൊല്ല, ഉറപ്പായും എനിക്കൊരു പ്രതീക്ഷയില്ല, ഞാൻ എന്തായാലും പോവും, അതുകൊണ്ട് മുഹമ്മദേ എന്നൊന്ന് രക്ഷപ്പെടുത്തൂ എന്ന് പറഞ്ഞപ്പോ ആ ചതിക്കുഴിയുടെ അകത്തള അടുത്തേക്ക് അള്ളാന്റെ റസൂൽ ഓടി വന്നിട്ട് അബൂജഹൽ രക്തത്തിൽ ഇങ്ങനെ തലയിൽ നിന്ന് രക്തം ധാരധാരയായി ചാലിട്ട് ശരീരം മുഴുവൻ ഒഴുകുകയാ. ചോദിച്ചു, അബൂജഹലെ ഞാൻ രക്ഷപ്പെടുത്താം, പകരം എന്ത് തരും? നീ ചോദിച്ചതെല്ലാം തരാം. ഒന്ന് വേണ്ട, നീ മുസ്ലിമാവോ? മുസ്ലിമാവോ, ഞാൻ റെഡി. സുബ്ഹാന ജല്ല ജലാലു. അല്ലാഹുവിന്റെ റസൂൽ ഒന്നും ചിന്തിച്ചില്ല. തന്റെ ചുമലിലുള്ള മേൽത്തട്ടമെടുത്തു. ഏതൊരു ചതിക്കുഴിയുടെ അകത്തളത്താണോ വീണ് രക്തത്തിൽ പുരണ്ടു കിടക്കുന്നത് അബൂജഹലിന് അത് ഇറക്കി കൊടുത്ത ഉടനെ അബൂജഹൽ അത് പൊളിച്ച് തുരുതുരാ മുകൾ ഭാഗത്തേക്ക് പെട്ടെന്ന് ചാടി ഓടി വന്നു. രക്തം ഇങ്ങനെ ചാലിട്ട് ഒഴുകുകയാ. സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത്, എന്തായി നമ്മളെ കരാർ? എന്താ കരാറ്? കരാറൊന്നുമില്ല, ഈ ചതിക്കുഴിയിൽ നിന്ന് മുകൾ ഭാഗത്ത് രക്ഷപ്പെട്ടു വന്നാൽ മുസ്ലിമാവെന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്താ മുസ്ലിമാന്ന വിഷയം എന്തായി? അപ്പൊ അബൂജഹൽ പറഞ്ഞു, മുസ്ലിമാന്ന വിഷയമില്ല, ഇനി ഹിന്ദുവാന്ന വിഷയമില്ല. നീ ചതിയനാണ്, നീ കെണിയനാണ്, നീ കള്ളനാണെന്ന് എനിക്കറിയാം, നിന്റെ തന്ത്രത്തിലാണ് ഞാൻ പിടിപെട്ടു പോയത് എന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂലിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തട്ടി. റസൂലുള്ളാന്റെ മുഖത്തേക്ക് അടിച്ചു. ഒന്നും മിണ്ടിയില്ല റസൂലുള്ളാന്റെ നേരെ വികാരത്തിന്റെ ഒരു നോട്ടം നോക്കി നേരെ തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂൽ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ആ കുഴിയിലേക്ക് വീണാൽ തന്നെ അല്ലേ നമ്മളുടെ നാട്ടിലെ, ഇപ്പൊ നമ്മളുടെ കുടുംബക്കാരനെ ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മളോട് പിണക്കാണ്. ഒരു ഉദാഹരണം പറയാം, നാളെ അയാൾ ബൈക്ക് എടുത്തിട്ട് നേരെ ഉപ്പളത്തേക്ക് പോകുന്ന സമയത്ത്, ഇപ്പൊ റോഡെല്ലാം റിപ്പയർ ആക്കുന്ന സമയമല്ലേ, റിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇയാൾ അറിയാതെ ഇങ്ങനെ ബൈക്കിന്റെ ആക്സിലേറ്റർ കൂട്ടി അയാൾ ആ കുഴിയിൽ വീണിട്ട് അയാളെ കാലിന്റെ എല്ല് പൊട്ടിയാൽ നമ്മളെന്ത് പറയും? എന്റെ കറാമത്ത് കണ്ട, അങ്ങനെയല്ലേ പറയാ? എത്ര സന്തോഷമായി നമുക്ക്. അള്ളാന്റെ റസൂൽ വേദനിച്ചു, വിഷമിച്ചു. സ്വഹാബത്തിൽ നിന്നുള്ള പലരും പറഞ്ഞു, നബി അവിടെ പോണ്ട, അവന് ചത്തുപോട്ടെ. റസൂലുള്ളാഹി വളരെ കർക്കശമായ നോട്ടത്തിൽ അള്ളാന്റെ റസൂൽ നോക്കി. എന്നിട്ടോ അബൂജഹലിന്റെ വീട്ടിലേക്ക് അള്ളാന്റെ റസൂൽ അബൂജഹലിന്റെ പിന്നാമ്പുറത്തോടി ചാരിക്കസേരയിരിക്കുന്ന അബൂജഹലിന്റെ തലയോടി അബൂജഹലിനെ മന്ത്രിച്ചു. അബൂജഹലിന് സമാശ്വാസനത്തിന്റെ വാക്കുകൾ പറഞ്ഞു. ആരാ? കാമിൽ റസൂലുള്ളാഹി ഖാതിം ഹബീബുല്ലാഹി കാമിൽ റസൂലുള്ളാഹി ഖാതിം ഹബീബുല്ലാഹി തമായുദിച്ച നൂറേ ഹബീബ് നജിയുല്ലാഹി ഉരുകുന്ന മരുമൽ കരുളത്തിൻ മലർവാടി വിരിച്ച ഗുരുമുദർ ജനിച്ചിടുന്നേ. കരകന കഥനത്തിൽ അലയുന്ന മനുഷ്യർക്ക് അറിവിന്റെ കുളിർമഴ ചൊരിഞ്ഞിടുന്നേ. കാബിൽ റസൂലുള്ളാഹി
ഖാതിം ഹബീബുല്ലാഹി. അല്ലാഹുവിന്റെ റസൂൽ ആ ചതിക്കുഴിയിൽ അകപ്പെട്ട അബൂജഹലിന്റെ പിന്നാമ്പുറത്തോടുകയാ. അബൂജഹലിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാ. അബൂജഹലിനെ മന്ത്രിക്കുകയാ. അബൂജഹലിന്റെ തലയോടുകയാ. അബൂജഹലിന്റെ സമാശ്വാസനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് എന്റെ പ്രിയപ്പെട്ടവരെ കുടുംബ ബന്ധമെന്ന് പറഞ്ഞാൽ. ആര് നിന്നെ വേണ്ട എന്ന് വെക്കട്ടെ, ആര് നിന്നെ കുറ്റപ്പെടുത്തട്ടെ, ശകാരിക്കട്ടെ, കല്ലെറിയട്ടെ, ചീത്ത വിളിക്കട്ടെ, നിന്നെ ആര് വേണ്ട എന്ന് വെച്ചാലും അവർ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുമായി പിന്നെയും പിന്നെയും ബന്ധം പുലർത്തുന്നവനാ യഥാർത്ഥ കുടുംബ ബന്ധം പുലർത്തുന്നവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു യഥാർത്ഥ കുടുംബ ബന്ധം പുലർത്തുന്ന മുത്തഖീങ്ങളാക്കി നമ്മെ മാറ്റട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി ദീർഘായുസ് ലഭിക്കാനുള്ള രണ്ടാമത്തെ മാർഗം മഹാനായ മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു. മൂസാ നബിയോട് അല്ലാഹു തആല പറഞ്ഞു, ദീർഘായുസ് നിനക്ക് വേണോ മൂസാ? ദീർഘായുസ് നിനക്ക് വേണോ മൂസാ? പെട്ടെന്ന് മരിക്കാതെ, മാരക രോഗങ്ങളില്ലാതെ, ഒരുപാട് ദുരൂഹതയുള്ള മരണത്തിൽ അകപ്പെടാതെ, കുഴഞ്ഞു വീഴ് മരിക്കാതെ, അപകടത്തിലൂടെ അറ്റാക്കിലൂടെ മരിക്കാതെ, അല്ലാഹുവിന്റെ ദുനിയാവിൽ നിനക്ക് ഒരുപാട് കാലം ജീവിക്കാൻ താല്പര്യമുണ്ട് മൂസാ. പ്രവാചകനായ മൂസാ നബിയോട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു പഠിപ്പിക്കുകയാണ്, യാ മൂസാ വക്കിർ വാലിദൈനി. മൂസാ, നിന്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കണേ മൂസാ. നിന്റെ മാതാപിതാക്കളെ ആദരിക്കണേ മൂസാ. നിന്റെ മാതാപിതാക്കളെ സ്നേഹിക്കണേ മൂസാ. നിന്റെ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യണേ മൂസാ. ഫൈന്നമൻ വക്കറ വാലിദൈനി. ആരെങ്കിലും ഒരാൾ അവന്റെ മാതാപിതാക്കൾക്ക് സേവനം ചെയ്താൽ, ആരെങ്കിലും ഒരാൾ ഉപ്പളക്കുന്നിലുള്ള ഏതെങ്കിലും ഒരു വീടിന്റെ അകത്തളത്ത് കഴിയുന്ന വൃദ്ധയായ പ്രിയപ്പെട്ട മാതാവിന്, പ്രിയപ്പെട്ട പിതാവിന് ആരെങ്കിലും ഒരാളെ സേവനം ചെയ്താൽ, മദത്തു ഫീ ഉംരിഹി, നിന്റെ ആയുസ് ഞാൻ നീട്ടുകയാണ്. അല്ലാഹു പറയുന്നത്, നിനക്ക് ഞാൻ ദീർഘായുസ് തരികയാണ്. അതിന് നീ മരുന്ന് കഴിക്കേണ്ടതില്ല, വിനവിൻഡലീസ് തീറ്റപ്പെടുത്തേണ്ടതില്ല, ഡയറ്റിംഗ് ചെയ്യേണ്ടതില്ല, രാവിലെ എഴുന്നേറ്റ് ഓടേണ്ടതില്ല, ജിമ്മിന് പോകേണ്ടതില്ല. നിന്റെ വീടിന്റെ അകത്തളത്ത് ഒരു ഉപ്പുംചാക്കിനെ പോലെ കഴിയുന്ന, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പൊട്ടിക്കരയുന്ന, നിന്റെ മുഖം നോക്കി 10 രൂപയ്ക്ക് വേണ്ടി കൈനീട്ടുന്ന നിന്റെ പ്രിയപ്പെട്ട വാപ്പയും അമ്മയുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കളുണ്ടല്ലോ, അവരെ നീ ബഹുമാനിച്ചാൽ നിന്റെ ആയുസ്സിൽ ഞാൻ വർദ്ധനവ് നൽകുകയാണ്. നിനക്ക് ഇതുപോലെ ഗുണം ചെയ്യുന്ന മക്കളെ ഞാൻ തരാണ്. ആയുസ് വേണോ? ഏടും പോണ്ട, നിന്റെ പരക്ക് വെക്കോ. എന്നിട്ടോ നിന്റെ വൃദ്ധരായ മാതാപിതാക്കളുണ്ടല്ലോ, അവരെ നീ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ മാതാപിതാക്കൾ? നമ്മൾ കണ്ടതുപോലെയല്ല. അല്ലാഹുവിനോട് സമാനതാപ്പെടുത്തി അല്ലാഹു ഖുർആനിൽ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരാ എന്റെ പ്രിയപ്പെട്ടവരെ? നമ്മുടെ മാതാപിതാക്കളാരാ? അല്ലാഹു ആദരിച്ചവരാ, അല്ലാഹു ബഹുമാനിച്ചവരാ, അല്ലാഹു സ്നേഹിച്ചവരാ. പടച്ചവന്റെ ഖുർആനിൽ പടച്ചവനോട് സമാധാനപ്പെടുത്തി പറയപ്പെട്ടവരാണ്. അല്ലാഹുവിന്റെ ഖുർആനിൽ പടച്ചവനോട് സമാനാന്തരപ്പെടുത്തി പറയപ്പെട്ട ഒരു ഭാഗം ലോകത്തുണ്ടെങ്കിൽ നിനക്ക് ജന്മം തന്ന ബാപ്പയും അമ്മയുമാണ്. മറക്കല്ല മോനെ, അവർ മറക്കാനുള്ളവരല്ല, തിരസ്കരിക്കാനുള്ളവരല്ല, കുറ്റപ്പെടുത്താനുള്ളവരല്ല, ആട്ടി ഓടിക്കപ്പെടാനുള്ളവരല്ല, നിസ്സാരപ്പെടുത്താനുള്ളവരല്ല, പുച്ഛിച്ച് കാണാനുള്ളവരല്ല. നീ ഇന്ന് ഈ നിലയ്ക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഒച്ചയെടുത്തി അബ്ദുൽ കരീം ഫൈളി ഉപ്പളക്കുന്നിൽ എന്നല്ല 10 വർഷങ്ങളോളമായല്ലോ ഈ വയലിന്റെ ഫീൽഡിൽ ഇതുപോലെ ഒരു ശബ്ദം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ദീൻ പറഞ്ഞു തരാൻ എനിക്ക് കഴിവ് തന്നവർ എന്റെ മാതാപിതാക്കളാ. ഇരിക്കുന്ന പ്രിയപ്പെട്ട മദനി ഉസ്താദ് അടക്കം എന്റെ പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു ശക്തി പകർന്നു തന്നവർ നിന്റെ മാതാപിതാക്കളാ. മറന്നുപോയില്ലേ? പണം വരുമ്പോ, അധികാരം വരുമ്പോ,
സുന്ദരിയായ സുമുഖിയായ പ്രിയപ്പെട്ട ഭാര്യ കിട്ടുമ്പോ, ആരോഗ്യമുള്ള മക്കളെ കിട്ടുമ്പോ, അധികാരവും പ്രൗഢിയും പെരുമയും കിട്ടുമ്പോ, മാതാപിതാക്കളെ മറന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് ഭാര്യയും മക്കളും മാതാവും പിതാവും നോക്കിയാൽ നമുക്ക് ഫസ്റ്റ് ഉസ്താദേ എന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ. ശരി തന്നെ. ഓളെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറം എന്റെ പാതി. ചില ആളെ സ്റ്റാറ്റസിലെ കാണാം എന്റെ പാതി. ഓൾ ഇടിയായില്ലെങ്കിൽ പിന്നെ നീ ഉണ്ടാവല്ലോ, നീ ക്ലോസ് ആയി ഇടിയായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്റെ പാതി നിന്റെ വാപ്പയും സുബ്ഹാന. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓനിയോളെ വീട്ടിലൊരു പെങ്കൂസന്റെ പോലെ കഴിയാൻ ഇവരിവിടെ വൃദ്ധരായി ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പൊട്ടിക്കരയാ. നിനക്ക് ഭാര്യ കിട്ടുന്നത് ലോകം മടക്കി ഭരിക്കാൻ കഴിവുള്ള സമയത്താ, അല്ലേ? ഒരു പെണ്ണ് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് എന്തൊക്കെ ചക്ക്, അല്ലേ? സുബ്ഹാനല്ലാഹ് എന്ത് പണി, ഓന് ഹൈറ്റ് എത്ര, ഓൻ ഗൾഫിലാണോ ദുബായിലാണോ? ഈ അടുത്ത കാലത്ത് എന്നോട് ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്, ഉസ്താദെ പെണ്ണ് നോക്കാൻ പോയി, എല്ലാം ഓക്കെ ആയി, എല്ലാം ഇഷ്ടപ്പെട്ട് അങ്ങനെ വന്നു. ചേട്ടൻ ഗൾഫിൽ എന്നാ പറഞ്ഞേ. പിന്നെ അസറാവുമ്പോ പെണ്ണ് പറഞ്ഞു എനിക്ക് ചെക്കൻ വേണ്ട. എന്തേ? പൈസ ഇല്ലാത്ത കൊണ്ടല്ല. പിന്നെ ഓൻ മലേഷ്യക്കാരന്, മലേഷ്യ ആവല, എനിക്ക് ദുബായ് ആവണോ? എന്നാലും നോക്കിയാൽ ഓൻ ദുബായിക്കാരനല്ലാത്ത കൊണ്ട് ചെറുക്കനെ ക്യാൻസൽ ചെയ്തു. ലോകം മടക്കി ഭരിക്കാൻ കഴിവുള്ള സമയത്താണ് നിന്റെ ഭാര്യ നിനക്ക് കിട്ടിയ. അതേ സമയത്തോ നിന്റെ ഉമ്മ ഒന്നുമല്ലാത്ത സമയത്തിൽ, നീ ഒന്നുമല്ലാത്ത നിസ്സഹായനായ സമയത്താണ് നിനക്ക് ഉമ്മ കിട്ടിയത്. മറന്നാൽ പോയി മോനെ, നിന്റെ ആയുസ് കുറയും. വിശുദ്ധ ഖുർആൻ പോലും പറയാണ്, മോനെ ആരായിരുന്നടാ നീ? ഇന്ന് നിനക്ക് പണമുണ്ടല്ലോ, പ്രതാപമുണ്ടല്ലോ, അധികാരമുണ്ടല്ലോ, ഒരുപാട് കഴിവുണ്ടല്ലോ, ഈ ദുനിയാവ് തന്നെ കൈയടക്കി ഭരിക്കാനുള്ള വ്യാമോഹമുണ്ടല്ലോ. മോനെ നിന്റെ പൂർവ്വകാലത്തെ കുറിച്ച് ആലോചിക്കാൻ വിശുദ്ധ ഖുർആൻ പറയാണ്, നിന്റെ പൂർവ്വകാലത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോടാ? ഇന്ന് നിനക്ക് 30 വയസ്സായില്ലേ, 35 വയസ്സായില്ലേ, 25 വയസ്സായില്ലേ? പഠിച്ചവനെ ആരോഗ്യമുള്ളവനാ, ആഫിയത്തുള്ളവനാ, ഒരു രോഗത്തിന്റെ തെരി പോലും ഇല്ലാത്തവനാ, സുന്ദരനാ, നല്ല ഗ്ലാമർ ഉള്ളവനാ, നല്ല മസിൽ പവർ ഉള്ളവനാ, നല്ല തൂക്കമുള്ളവനാണ്. ഓനെ നിന്നെ 25 കൊല്ലത്തിന്റെ മുമ്പുള്ള ജീവിതത്തേക്കൊന്ന് കണ്ണോടിച്ചു നോക്കടാ. ആരായിരുന്നടാ നീ? അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഒരു ഒട്ടിപ്പിടിച്ച ഇന്ദ്രത്തുള്ളിയുടെ അകത്തളത്ത് കഴിഞ്ഞ ഒരു സൂക്ഷ്മാണുവായിരുന്നു നീ. ഇന്നത്തെ ശാസ്ത്രലോകം പറയാണ്, ആദ്യ രാത്രിയിൽ മാതാപിതാക്കൾ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവർ അല്ലാഹുവേ മണിയറയുടെ മണവറ സുഖം പകരാൻ വേണ്ടി പ്രഥമരാത്രി എന്ന് പറയുന്ന മുഹൂർത്തത്തിൽ കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പിതാവിന്റെ മുതുവിൽ നിന്ന് ഒലിച്ചു പോയ ഒരു സ്പൂണ് ദ്രാവകമുണ്ടല്ലോ, ആ ഒരു സ്പൂണ് ദ്രാവകത്തിൽ നിന്ന് ഒലിച്ചു വന്ന നീയുണ്ടല്ലോ, സെന്റിമീറ്റർ മാത്രം നീളമുള്ള നിന്റെ ഗർഭമാന്റെ ഗർഭപാത്രത്തിലേക്ക് കടന്നു പോകുമ്പോ, ആ ഒരു സെന്റിമീറ്റർ നീളമുള്ള ഗർഭപാത്രത്തിലേക്ക് നീ പ്രവേശിക്കുമ്പോ ഉപ്പാന്റെ വധുവിൽ നിന്ന് ഒലിച്ചു പോയ ആ ഒരു സ്പൂണ് ദ്രാവകത്തില് നീ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, നീ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, നിന്നെ പോലൂത്ത 99,99,099 ജീവജാലങ്ങളാ അതിലുണ്ടായിരുന്നത്. അല്ലാഹു തആല പറഞ്ഞില്ലേ, എല്ലാവരും നശിച്ചു പോവുക, എല്ലാവരും നശിച്ചു പോവുക. 1 കോടി ജീവജാലത്തിൽ നിന്ന് ഒരുവന് മാത്രമായി ബാക്കിയായി സെന്റിമീറ്റർ നീളമുള്ള നിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് നീ കടന്നു പോകുമ്പോ നിനക്ക് ആരോഗ്യമില്ല, നിനക്ക് വലിപ്പമില്ല, നിനക്ക് ഗ്ലാമർ ഇല്ല, നിനക്ക് മസിൽ പവർ ഇല്ല, നിനക്ക് സൗന്ദര്യമില്ല, ഒന്നുമില്ലാതെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് കടന്നു പോകുമ്പോഴല്ലാ 1 മില്ലിഗ്രാം പോലും ഇല്ലാത്തവനായിരുന്നടാ ഞാനും നീയും, 1 മില്ലിഗ്രാം പോലും ഇല്ലാത്തവനായിരുന്നടാ ഞാനും നീയും. പിന്നെ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്,
ഗർഭപാത്രത്തിലേക്ക് കടന്നുപോയപ്പോ പിന്നെ നിന്നെ അല്ലാഹു തആല സുമ്മ ഖലഖന നുത്ഫത അലഖാ നിന്നെ രക്തക്കട്ടയാക്കുകയാണ്. പിന്നീട് 40 വെള്ളം പിന്നിടുമ്പോ നിന്നെ മാംസക്കട്ടയാക്കുകയാണ്. പിന്നെ 40 കഴിയുമ്പോ നിന്നെ എല്ലുകളാക്കുകയാണ്. അല്ലാഹുവേ പടച്ചവനെ 4 മാസം കഴിയുമ്പോ നിന്റെ ഉമ്മാക്ക് നിന്നെ താങ്ങാൻ കഴിയുന്നില്ല, ഛർദിക്കുകയാണ്. ഭക്ഷിച്ചതെല്ലാം ഛർദിക്കുകയാണ്. ഒരു ഗുളിക മതിയാകുമായിരുന്നു ചെറുപ്പക്കാരാ. ഈ ഉപ്പളക്കൊന്ന് കാണാതിരിക്കാ, നിന്നെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ഗുളിക കൊണ്ടാ ഉമ്മാക്ക് കഴിയാമായിരുന്നു. പക്ഷേ നിന്നെ ആ ഉമ്മ ചുമക്കുകയാണ്. 2 ജീവനെ ഒന്നായി കാണുകയാണ്. നിനക്ക് വേണ്ടി രാത്രികളെ പകലുകളാക്കി മാറ്റുകയാണ്. നിനക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. നിനക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്. ആ ഉമ്മാന്റെ പള്ളയിലല്ലടാ നീ കിടന്ന് ആ ഉമ്മാന്റെ പള്ളയെ മർദ്ദിച്ചത്. ആ ഉമ്മാന്റെ പള്ളയിലാണ് സ്വിമ്മിംഗ് പൂളിൽ ചാടിക്കളിച്ചതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ ചാടിക്കളിച്ചത്. കഴിയാത്ത ഉമ്മ, ഒന്നിനും വിദ്യന്തരമില്ലാത്ത ഉമ്മ നിന്നെ കഷ്ടപ്പെട്ട് വളർത്തുകയാ. 1 2 9 മാസങ്ങളോളം ആ ഉമ്മ ഗർഭപാത്രത്തിൽ നിന്നെ ചുമക്കുകയാ. 1 മില്ലിഗ്രാം പോലും ഇല്ലാതെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് കടന്നുപോയ നീ 9 മാസം കഴിയുമ്പോ നിന്റെ ഭാരം എത്രയാണെന്നറിയോ? നിന്റെ വലിപ്പം എത്രയാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ 3.5 കിലോയാണ്. 3.5 കിലോയാണ് നിന്റെ വലിപ്പം. പിന്നെ നിന്നെ പുറത്തിറക്കണം. പള്ളയിലും സഹിച്ചു. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു 2 കാരണങ്ങൾക്ക് വേണ്ടി നിന്റെ ജീവിതം മുഴുവൻ ഉമ്മാക്ക് നീ സേവനം ചെയ്താൽ നിന്റെ കടപ്പാട് തീരും. അതാണ് ഉമ്മ. അങ്ങനെയാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അൽ വാലിദാനി ബാബാനി മിൻ അബ്വാബിൽ ജന്ന. സ്വർഗ്ഗത്തിന് 2 വാതിലുണ്ട്. സ്വർഗ്ഗത്തിന് 2 കവാടമുണ്ട്. 8 കവാടം കേട്ടല്ലോ. അതിനപ്പുറം 2 കവാടമുണ്ട്. ആ 2 കവാടത്തെ തുറക്കാതെ നിനക്ക് സ്വർഗ്ഗത്തിൽ പോവാൻ കഴിയില്ല. ആ കവാടം ഒന്നങ്ങോട്ട് തുറക്കാതെ നിനക്ക് സ്വർഗീയ പ്രവേശനമില്ല. സ്വഹാബത്ത് ചോദിച്ചു, നബി ഏതാണ് നബി ആ 2 കവാടം? അൽ വാലിദ, നിന്റെ മാതാപിതാക്കളാണ്. ഒരു കവാടത്തിന്റെ പേര് നിന്റെ ഉപ്പ, ഒരു കവാടത്തിന്റെ പേര് നിന്റെ ഉമ്മ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മ പ്രസവിക്കുന്ന നേരത്ത് നിനക്ക് വേണ്ടി സഹിച്ച വേദന എത്രയാ! അല്ലാഹുവേ പടച്ചവനെ, എണ്ണിത്തിട്ടപ്പെടുത്തി കൊടപാടാൻ കഴിയാത്ത വേദനയാണ്. ഉമ്മ നിന്നെ ഗർഭം ചുമന്ന് പ്രസവിക്കുന്ന നേരത്തുള്ള ഒരു സെക്കൻഡിന്റെ വേദനയുണ്ടല്ലോ പടച്ചവനെ, താങ്ങാൻ പറ്റാത്ത വേദനയാ. അല്ലാഹുവേ, ഒരിക്കലും ആ ഉമ്മാക്ക് പകരം കൊടുക്കാൻ പറ്റാത്ത വേദനയാണ്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഉമ്മ പ്രസവത്തിലൂടെ മരിച്ചുപോയാൽ, ഏതെങ്കിലും ഒരു പെണ്ണ് പ്രസവ വേദനയിൽ മരിച്ചുപോയാൽ, ആ പെണ്ണിന് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്തെന്നറിയോ? വഹിയ ശഹീദത്തുൽ ആഖിറ. അവൾ ആഖിറത്തിന്റെ ഷഹീദാണ്. ഖബറിൽ ഒരു ശിക്ഷയും അവൾക്കില്ല. ശാസ്ത്രലോകം പറയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ വാത് കേട്ടവരാണ്, മരണത്തിന്റെ വേദനയെ കുറിച്ച് കേട്ടവരാണ്. പക്ഷെ നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവന് പരമാവധി സഹിക്കാൻ പറ്റുന്ന വേദന എത്രയാണെന്നറിയോ? 23%. കാസർഗോഡ് ജില്ലയിലുള്ള ചൂരിയിൽ വെച്ച് പാവപ്പെട്ട റിയാസ് മുസ്ലിയാരെ വർഗീയ കാബാലികന്മാർ ഇരുളറയുടെ മറവിൽ വെച്ച് ആ പ്രിയപ്പെട്ട മനുഷ്യനെ അറുകൊല നടത്തി 48 വെട്ട് വെട്ടിയപ്പോഴും സക്കറാത്തിന്റെ വേദനയിൽ പോലും ആ മനുഷ്യൻ അനുഭവിച്ച വേദന 23%. പക്ഷേ നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി പ്രസവിക്കുന്ന നേരത്ത് സഹിച്ച വേദന 54%. പകരം കൊടുക്കാനൊന്നും ഒന്നുമില്ല. അതുകൊണ്ടല്ലേ മഹാന്മാർ പറഞ്ഞത്, മാതാപിതാക്കൾക്കിപ്പോഴും ഗുണം ചെയ്യണേ, ഖുർആന്റെ കൽപ്പനയാണിതെന്ന് ഓർക്കണേ.
മാതാപിതാക്കൾ എപ്പോഴും ഗുണം ചെയ്യണേ. ഖുർആന്റെ കൽപ്പനയാണിതെന്ന് ഓർക്കണേ. ഐശ്വര്യമതിനാൽ വന്നിടും നബി വാക്യമാ, അതുകൊണ്ട് തന്നെ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമാ. യുദ്ധത്തിനേക്കാളും ശ്രേഷ്ഠം മാതാപിതാക്കൾ ഗുണം ചെയ്യലാണ്. ആ പ്രസവ വേദനയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്. ആരുടെ പ്രസവ വേദന എന്നറിയോ? ഒരു പെണ്ണിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. എന്റെയും നിങ്ങളെ പോലത്തെ സാധാരണ ഒരു ഉമ്മയെ കുറിച്ചല്ല പ്രിയപ്പെട്ടവരെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയപ്പെട്ടവർ പുരുഷ സമ്പർക്കം പോലും ഇല്ലാതെ അല്ലാഹുവിന്റെ പ്രവാചകന് ജന്മം നൽകാൻ അല്ലാഹു ഭാഗ്യം കൊടുത്തവർ പെണ്ണല്ലേ മഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ. ആ മറിയം ബീവിയുടെ പേരിൽ അല്ലാഹു വിശുദ്ധമായ ഒരു സൂറത്ത് ഇറക്കിയത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും മാറ്റവും ഉണ്ടാവാതെ അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ മറിയമോ, ആ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഗർഭം ചുമക്കുകയാ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കുപ്പായമാലയിൽ ഊതിയപ്പോ അല്ലാഹുവേ ഗർഭം ചുമന്ന് വീടിന്റെ അകത്തളത്തേക്ക് പോയപ്പോ കുടുംബക്കാർ ആട്ടി ഓടിച്ചുകൊണ്ട് പറയാട്, മറിയമേ അന്നാലകി ഹാദാ, എവിടെന്നാണെടി എടി മുഷിഞ്ഞവളെ, നിങ്ങളുടെ കുടുംബത്തിന്റെ മോശപ്പേര് പറയിപ്പിച്ചവളെ, ഇറങ്ങടി മറിയമേ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ വീട് വിട്ടിറങ്ങുകയാണ്. അല്ലാഹുവേ ദിവസങ്ങൾ കഴിഞ്ഞു. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ പ്രസവിക്കാൻ പോവുകയാണ്. പടച്ചവനെ ഒരു പരിശുദ്ധ പ്രവാചകനെയാ പ്രസവിക്കുന്നത്. പുരുഷ സമ്പർക്കമില്ലാതെ അല്ലാഹുവിന്റെ മാലാഖ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് കുപ്പായമാലയിൽ ഊതിയ പരിശുദ്ധമായ ഒരു റൂഹിനാ ജന്മം നൽകുന്നത്. ആ ജന്മം നൽകുന്ന നേരത്തിന്റെ പ്രിയപ്പെട്ടവരെ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു ഈത്തപ്പന മട്ടലിലേക്ക് ചായുകയാണ്. ഒരു ഈത്തപ്പന മരത്തിലേക്ക് ചായുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, മറിയം ബീവി ആ പ്രസവിക്കുന്ന നേരത്ത് പറഞ്ഞ വാചകം എന്തെന്നറിയോ? യാ ലൈതനി മിത്തു ഖബല അൻ ഹാദാ വകുന്തു നസിയൻ മൻസിയാ. പടച്ചവനേ ഈ പ്രസവ വേദന വേണ്ട റബ്ബേ, ഈ പ്രസവ വേദന വേണ്ട റബ്ബേ, എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ, എനിക്ക് ഈ പ്രസവ വേദന വേണ്ട അല്ലാ, എന്നെ ഒന്ന് മരിപ്പിക്കണേ അല്ലാ. ഞാനൊന്ന് മരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ പ്രസവിക്കാൻ ഭാഗ്യം കിട്ടിയ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഈത്തപ്പന മരത്തിൽ ചാഞ്ഞു പറഞ്ഞെങ്കിൽ എന്റെ ഉമ്മ അത്രക്കാരിയല്ലല്ലോ, അത്രയും വലിയ പദവികളിലേക്ക് എത്തിയവളല്ലല്ലോ. അല്ലാഹുവേ നമ്മുടെ ഉമ്മമാർ, പാവപ്പെട്ട ഉമ്മ, അധ്വാനിച്ച ഉമ്മ, പാടത്ത് പണിയെടുത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കഞ്ഞിവെള്ളം കുടിച്ച ഉമ്മ, നമുക്ക് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തിയവളാ, നമുക്ക് വേണ്ടി രാത്രികളെ പകലുകളാക്കി മാറ്റിയവളാ, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവളാ. ആ ഉമ്മ മറക്കല്ല മോനെ, ആ ഉമ്മയെ ഒരു വാക്കുകൊണ്ടും വേദനിപ്പിക്കല്ല മോനെ, ആ ഉമ്മയെ ഒരു കുത്തുവാക്ക് കൊണ്ടുപോലും മനസ്സ് നോയിപ്പിക്കല്ലേ. നോയിപ്പിച്ചാൽ മോനെ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിനക്ക് ദീർഘായുസ് പോട്ടെ, നിന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുന്നത് പോട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, കുല്ലു ദുനൂബി യഗ്ഫിറുല്ലാഹു മിന്നാ മാ ശാഅ ഇലാ യൗമിൽ ഖിയാമ. നീ എത്ര വലിയ തെറ്റ് ചെയ്തവനാവട്ടെ, കള്ളു കുടിക്കട്ടെ, പെണ്ണ് പിടിക്കട്ടെ, വ്യഭിചരിക്കട്ടെ, അത് ഞാൻ പ്രേരിപ്പിക്കുന്നതല്ല, അത് നല്ലതാണെന്നും പറയുന്നതല്ല. വലിയ വലിയ വൻകുറ്റങ്ങളാ കുറ്റങ്ങൾ ഒരുപക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, യഗ്ഫിറുല്ലാഹു മിൻഹാ
മാഷാ ഇലാ യൗമിൽ ഖിയാമ. നാളെ പരലോകത്തേക്ക് അല്ലാഹു അതിന്റെ എല്ലാ പ്രതിവിധികളെയും ബന്ധിച്ചേക്കാം, എല്ലാ അദാബുകളെയും അല്ലാഹു ബന്ധിച്ചേക്കാം. പടച്ചവരെ, എത്ര സന്തോഷം ചെയ്തവനായ പോലെ അല്ലാഹു നാളെ ആഖിറത്തിലേക്ക് ബന്ധിക്കുമെങ്കിൽ നിന്റെ മാതാവിനെ നീ വേദനിപ്പിച്ചിട്ടുണ്ടോ? നിന്റെ പിതാവിനെ നീ വേദനിപ്പിച്ചിട്ടുണ്ടോ? അവരെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ? ഒരു കുത്തുവാക്ക് കൊണ്ട് പോലെ അവരെ നോയിപ്പിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ, അകത്തളത്ത് വൃദ്ധയായി കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഒരു നേരം മരുന്ന് ചോദിക്കുമ്പോ, ഒരു 10 രൂപ വാപ്പ ചോദിക്കുമ്പോ ആ വാപ്പാക്ക് നീട്ടാ ആ ഉമ്മാക്ക് ഒരു നേരത്തിന്റെ മരുന്ന് കൊടുക്കാൻ നീ വിസമ്മതിച്ചിട്ടുണ്ടോ? മോനെ, ഫഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി ഫിൽ ഹയാതി ഖബലൽ മമാത്. മരിക്കുന്നതിന്റെ മുമ്പ് ജീവിതത്തിൽ തന്നെ നീ അനുഭവിക്കോടാ. അനുഭവിച്ചേ മരിക്കൂ, നീ അനുഭവിക്കാതെ മരിക്കൂല. നാളെ ആഖിറത്തിൽ വേറെ തന്നെ അല്ലാഹു വെച്ചിട്ടുണ്ടെങ്കിലും മോനെ, അല്ലാഹുവിന്റെ ദുനിയാവിൽ നീ അത് അനുഭവിക്കാതെ മരിക്കൂല. നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവും, ഉസ്താദേ അതെങ്ങനെ? മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു, ആരെങ്കിലും ഒരാൾ മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ അവന്റെ ആയുസ് ഞാൻ കുറക്കുമെന്ന് മാത്രമല്ല, എങ്ങനെ നീ വേദനിപ്പിച്ചു നിന്റെ മാതാവിനെ, നിന്റെ പിതാവിനെ, അതിനേക്കാൾ നിന്നെ ഇരട്ടി വേദനിപ്പിക്കുന്ന മക്കളെ നിനക്ക് ഞാൻ തരും. ഇന്ന് പലരും പറയാറുണ്ട്, ഉസ്താദേ എന്റെ മോൻ ശരിയില്ല, എന്റെ മോൻ കള്ളു കുടിച്ചിട്ട് റോഡ് സൈഡിലാണ്, പാതിരാക്കാണ് വരുന്നത്, കഞ്ചാവിന്റെ അടിമയാണ്, പെണ്ണിന്റെ അടിമയാണ്. ഉസ്താദേ ദ്വാരക്കണോ? നീ പണ്ടങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിന്റെ മക്കളെ കൊണ്ടങ്ങനെ ചെയ്യിപ്പിക്കുന്നതാ. എന്ത് പറഞ്ഞിട്ട് പലിശയില്ലാത്ത കടം ദുനിയാവിൽ തന്നെ അല്ലാഹു തരാം. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. ഒരുപാട് കാലായില്ലേ നിങ്ങൾ നിസ്കരിക്കുന്നത്? എത്ര കാലായി നോമ്പെടുക്കുന്നത്? എത്ര കാലായി നന്മകൾ ചെയ്യുന്നത്, ഖുർആൻ ഓതുന്നത്? ഇതിന്റെ റിസൾട്ട് ഇന്നേ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലാഹ് സ്വീകരിച്ചിനായില്ലേ? നമ്മളിപ്പോ ചോദിച്ചാൽ പറയും, പടച്ചോനെ അറിയാം, അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ? അറിയും, ദുനിയാവിൽ തന്നെ അറിയും. എങ്ങനെ അറിയാൻ? അല്ലാഹ്ക്ക് നിന്നോട് പൊരുത്തമുണ്ടോ ഇല്ലെന്ന് അറിയണോ? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, റിളർ റബ്ബി റിളൽ വാലിദൈൻ വസുഹുതുർ റബ്ബി സുഹുതുൽ വാലിദൈൻ. ഒരുപാട് കാലമായില്ലേ നിങ്ങൾ നിസ്കരിക്കുന്നത്, ഖുർആൻ ഓതുന്നത്, സദഖ ചെയ്യുന്നത്? അല്ലാഹു നിന്റെ ആരാധനകളെ പൊരുത്തപ്പെട്ടിട്ടുണ്ടോ? അല്ലാഹു നിന്നെ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നിനക്കറിയണോ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, ലോകത്തിന്റെ നേതാവ് പറയാണ്, നേരെ നിന്റെ വീട്ടിലേക്ക് നീ ചെല്ലണം. നിന്റെ വീട്ടിലേക്ക് നീ ചെന്ന് നിന്റെ ഉമ്മയോടും വാപ്പയോടും ചോദിക്കണം, വാപ്പാ എന്നോട് നിങ്ങൾക്ക് പൊരുത്തമാണോ? വാപ്പാ എന്നോട് നിങ്ങൾക്ക് സംതൃപ്തിയുണ്ടോ ഉമ്മ എന്ന് നിന്റെ ഉമ്മയോട് ചോദിക്കുമ്പോ ഉമ്മ പറയാട്, മോനെ എന്റെ പ്രിയപ്പെട്ട തങ്കക്കുടമാടാ, നീ നിനക്ക് എത്ര വയസ്സായാലെന്തേ, എല്ലാം നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുകയാണ്, എന്റെ പൊരുത്തം നിനക്കുണ്ടടാ എന്ന് നിന്റെ ഉമ്മ നിന്നോട് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അത് നിനക്ക് അല്ലാഹു തരുന്ന പൊരുത്തമാ, അത് നിന്റെ റബ്ബിന്റെ പൊരുത്തമാ. നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയവരായി നമ്മെ അല്ലാഹു മാറ്റട്ടെ. അങ്ങനെ കിട്ടിയ നീ ദുനിയാവിലും രക്ഷപ്പെട്ടു, നിനക്ക് ദീർഘായുസ്സും കിട്ടി. അല്ലാഹു നാളെ പരലോകത്തേക്ക് ഒരു പ്രതിവിധികൾ പോലും, ഒരു ശിക്ഷകൾ പോലും അല്ലാഹു ബന്ധിക്കാതെ ആ മാതാപിതാക്കളുടെ പൊരുത്തത്തോടു കൂടെ നീ മരിച്ചാൽ സ്വർഗത്തിന്റെ കവാടമാകുന്നവരെ തുറന്ന് നിനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂന്നാമതായി ദീർഘായുസ് കിട്ടാനുള്ള മൂന്നാമത്തെ മാർഗം എന്താ? ഒരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അസ്സദഖ സ്വതക്ക ചെയ്താൽ ദീർഘായുസ്.
അസ്സദഖത്തു തസുദ്ദു ബാബം മിനശ്ശർ. സദഖ എന്ന് പറഞ്ഞാൽ ഷർറിന്റെ എല്ലാ കവാടങ്ങളെയും കൊട്ടിയടക്കും, ഇല്ലായ്മ ചെയ്യും. അല്ലാതെ നിങ്ങൾക്ക് പൈസ തന്നത് എന്തിന്? ഇങ്ങനെ വെച്ച് നോക്കാനല്ല. മരിക്കുന്ന നേരത്തും അല്ലാഹുവിനോട് ഒരാൾ ആയുസ് ചോദിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. അസ്രായേൽ വരും. ഉദാഹരണം, അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ സദസ്സിലുള്ള ഒരാളടുത്ത് ഇന്ന് രാത്രി അസ്രായേൽ വരാണ്, നാളെ പോവാനായി. വന്നിട്ട് അയാളുടെ തലഭാഗത്തിരിക്കും ഒരാളല്ല വരുന്നത്, 500 മലക്കുകളോടൊപ്പം അസ്രായേൽ വരും. എത്ര കൊല്ലം ജീവിച്ച അയാള്? ഉദാഹരണം പറയാം, 60 വർഷം ജീവിച്ച ഉപ്പളക്കുന്നിലെ ഒരാളുടെ അടുത്ത് ആരെങ്കിലും മരിച്ചെങ്കിൽ എന്റെ ഉസ്താദിന്റെ കണ്ണ് തട്ടിട്ട് മരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലേ? അങ്ങനെ ആരും മരിച്ചെങ്കിൽ മരിക്കാനുള്ളത് തന്നെ. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെയല്ലേ? മരണത്തിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരു ജോലിക്കാരനാക്കി. അധികാരം ഏറ്റെടുത്തപ്പോ നമ്മുടെ ആൾക്കാരൊക്കെ അല്ലെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ ഒരു എസ്കോർട്ടിനെല്ലാം ഉണ്ടാക്കും. അതുപോലെ ഉമർ ഖത്താബ് തങ്ങൾ ഒരു നല്ല എമൗണ്ട് കൊടുത്തിട്ട് ഒരു ശമ്പളക്കാരനെ നിയമിച്ചു. എന്തിന്? മരണത്തിനെ ഓർമ്മിപ്പിക്കാൻ. അയാളെ പണി എന്ത്? അയാളെപ്പോഴും വന്നിട്ട് പറയും, ഉമറേ നീ മരിക്കും, ഉമറേ ഉമറേ നീ മരിക്കും, ഉമറേ. നമ്മളെ ഉപ്പളത്തെ ഉമ്മർച്ചനോട് പറഞ്ഞാലോ, ഞാനല്ല നിന്റെ ഉപ്പ മരിക്കുന്നത്. എന്ത് ചൊടി വരുന്നില്ലേ? മരിക്കുന്ന ഏത് വിഷയം ഓക്കെ ഉസ്താദ്, മരിക്കുന്ന വിഷയം ഒന്നും പറയണ്ട. അല്ലാഹു എല്ലാവർക്കും ദീർഘായുസ് നൽകട്ടെ. ഒരു ഉദാഹരണം പറയാം. 60 വയസ്സുള്ള ഒരാളടുത്ത് ഇസ്രായേൽ വരാണ്. പാതിരാ സമയത്ത് ഭാര്യയെ കെട്ടിപ്പിടിച്ചു ഉറങ്ങുന്ന സമയത്ത് അസ്രായേൽ വന്നവന്റെ തലഭാഗത്തിരിക്കുമല്ലോ. 500 മാലാഖമാർ വന്നിരിക്കുമ്പോ അല്ലാഹുവിനോട് നീ പറയാണ്, പടച്ചവനേ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ. പടച്ചവനെ 60 കൊല്ലമാ ഞാൻ ഉപ്പളക്കുന്നിൽ ജീവിച്ചത്, 60 കൊല്ലമാണ് അല്ലാ. എന്റെ ആയുസ് കുറച്ചാണല്ലോ അല്ലാ, ഒന്നും ചെയ്യാതെ പറ്റിയില്ല അല്ലാ. പടച്ചോനെ, എനിക്കിനിയും കുറച്ചു കാലം നീ ആയുസ് തരുമ അല്ലാ, ദീർഘായുസ് തരുമ അല്ലാ. അങ്ങനെ തരുകയാണെങ്കിൽ അല്ലാഹുവിനോട് പറയാണ്, ഞാൻ സദഖ ചെയ്യാം, എനിക്ക് കുറച്ച് ആയുസ് താ. സദഖ കൊടുത്താൽ ദീർഘായുസ് കിട്ടും. അപ്പൊ ഈ മരിക്കുന്ന സമയത്തും കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്ത്? പൈസ കൊടുത്താൽ ആയുസ് കിട്ടുമെന്നറിയാം. ആ സമയത്ത് പോലും പറയുന്നത് പടച്ചോനെ, എല്ലാരും പറയും, എത്ര വലിയ മഹാനാണെങ്കിലും പറയും. കാരണം ജീവിതത്തിന്റെ കൊതി തീർന്നവർ ലോകത്താരും. എല്ലാവർക്കും ജീവിക്കാൻ ആഗ്രഹം. പിന്നെ പലരും മരിക്കാൻ അത് വെറുതെ. പിന്നെ അങ്ങനെ എന്തെല്ലാം ഞാൻ പറഞ്ഞില്ല നേരത്തെ, കടവാദ്യന്റെ കഴുത്തിലേക്ക് മറ്റേ വള്ളിയിടേണ്ട അവസ്ഥ വന്നു. ഇങ്ങനെയാണെങ്കിൽ പിന്നെ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന സമയത്ത് പോലും അസ്രായേലിനെ കാണുമ്പോ നീ പറയുന്നത്, അല്ലാ പടച്ചോനെ ആയുസ് താ അല്ലാ, സദഖ ചെയ്യാമല്ലാ. ദീർഘായുസ് കിട്ടുകയാണ് സദഖ ചെയ്താൽ. ഒരു സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ബനു ഇസ്രായേൽ ഒരു പെണ്ണുണ്ടായി. ബനു ഇസ്രായേൽ തുടരെയായി 2 കൊല്ലം ബർദി വന്നു. ബർദി എന്ന് പറഞ്ഞാൽ മനസ്സിലായ? ഇല്ല, കൊറോണ വന്നു. ഇപ്പൊ മനസ്സിലായ? പൈസ ഉണ്ട്, ഇഷ്ടം പോലെ പൈസ ഉണ്ട്. ബർദി കൊറോണ വന്നത് അറിഞ്ഞായിരിക്കും, പാവങ്ങൾക്ക് അറിഞ്ഞില്ല, ഇഷ്ടം പോലെ പണക്കാർ കൊടുത്തു. പണക്കാർക്ക് അറിഞ്ഞില്ല, ഇഷ്ടം പോലെ അവർക്ക് അല്ലാഹു കൊടുത്തു. ഈ മീഡിയം ആളുണ്ടല്ലേ, ആരോട് ചോദിക്കാൻ പറ്റാത്ത ആള്, ഇവരോട് ചോദിച്ചു നോക്ക്, ബർദി എന്നു പറഞ്ഞാൽ എന്ത്? കാറുണ്ട്, 2 നില വീടുണ്ട്, ഗൾഫുകാരൻ, അവന്റെ പുരക്കാര് പോയേയില്ല. ഒരു ദിവസം പട്ടിണിക്ക് കിടന്ന കുടുംബം പോലും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതേ കാസർഗോഡ് ജില്ലയിൽ എനിക്കറിയാം. ഉസ്താദേ, ഒരു 3000 രൂപ ആരിൽ നിന്ന് രജിസ്റ്റർ ആക്കിയിട്ട് കുറച്ച് അരിക്കുന്ന, കാരണം ആര് പരക്ക് വരുന്നില്ല. ജമാഅത്തിന്റെ കിറ്റെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കൊടുത്ത് എന്റെ പേരിൽ കാറും കാണുന്നു, 2 നിലയുള്ള വീടുണ്ട്. ഉസ്താദേ, ആര് വരുന്നില്ല ഇങ്ങോട്ട്? അയാളോട് ചോദിച്ചു. ബർദി വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, തുടരെയായി 2 കൊല്ലം. ബർദി വന്നപ്പോ ഒന്നുമില്ല, കഴിക്കാനൊന്നുമില്ല. നമുക്കാകെ വന്ന 3-4 മാസം.
തുടരെയായി വന്നപ്പോ ഒന്നുമില്ല, കഴിക്കാൻ ഉണ്ണാനൊന്നുമില്ല. അല്ലാഹുവേ പടച്ചവനെ, ആ സമയത്താണ് ഒരു പാവപ്പെട്ട പെണ്ണ് 2 കൊല്ലം വെറുതെ പിടിച്ച വീടിന്റെ കത്തളത്ത് എവിടെയോ എടുത്തു വെച്ച ഗോതമ്പ് മാവ് അതിനെ കുഴച്ച് 1-2 പത്തലുണ്ടാക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറിയ കുഞ്ഞാ പ്രിയപ്പെട്ട ഉമ്മാക്കുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അവസാനത്തെ ഒരു പിടി ഉണ്ടല്ലോ, ആ പെണ്ണ് തന്റെ തൊള്ളയിലേക്ക് പ്രവേശിപ്പിച്ചപ്പോഴാണ് ആ വീടിന്റെ ഉമ്മരപ്പടിയിൽ വന്ന് ഒരാളെ പൊട്ടിക്കരഞ്ഞ് യാചിക്കുന്നത്, ഈ വീട്ടിൽ ആരുമുണ്ടോ ഉമ്മ? വല്ലവരും ഈ വീട്ടിലുണ്ടോ? വല്ലവരും ഈ വീട്ടിലുണ്ടോ? ആ ഉമ്മ ഓടി വന്നു നോക്കുമ്പോ മെലിഞ്ഞുണങ്ങിയ ശരീരമാണ്, ആരോഗ്യമില്ലാത്ത മുഴുപട്ടിണിയുമായി കഴിയുന്ന പാവപ്പെട്ട ഒരു മനുഷ്യനെ കാണുമ്പോ അവനോട് ചോദിച്ചു, എന്തേടാ? ഒന്നുമില്ല ഉമ്മ, കഴിക്കാതെ ദിവസങ്ങളായി, വല്ലതും തരുവോ ഉമ്മ എന്ന് ചോദിക്കുമ്പോ ആ ഉമ്മ തന്റെ വായ്ക്കകത്തുള്ള ഭക്ഷണം അവിടെ നിന്ന് വലിച്ചെടുത്തു. തന്റെ പ്രിയപ്പെട്ട ഉമ്മരപ്പടിയിൽ യാചിക്കുന്ന യാചകനായ മനുഷ്യൻ അവിടെ നിന്ന് വെച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം അത് കഴിച്ച് നേരെ പോയി. ദിവസങ്ങൾ കഴിഞ്ഞു. ആ ഉമ്മ ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനുമായി വനാന്തരാളത്തിലേക്ക് വിറകിന് പോവുകയാണ്. വനാന്തരാളത്തിലേക്ക് വിറകിന് പോയി. എന്റെ പ്രിയപ്പെട്ടവരങ്ങനെ ഉമ്മ കുഞ്ഞിനെ ഒരു ഭാഗത്ത് നിർത്തി തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെയും കൂട്ടിയിട്ട് ആ ഉമ്മ പോകുന്നത്. കുഞ്ഞിനെ ഒരു ഭാഗത്ത് നിർത്തി വിറക് ശേഖരിക്കുമ്പോഴാണ് വലിയ ഒരു ചെന്നായി ഉണ്ടല്ലോ, ആ ചെന്നായ വന്ന കുഞ്ഞിനെ കടിച്ചു കീറി കൊണ്ടുപോവുകയാ. ആ കുഞ്ഞിനെയും കൊണ്ടുപോയി. ആ കുഞ്ഞിനെ തന്റെ ഭക്ഷണവുമായി കരുതി ആ ചെന്നായ ഓടുമ്പോ അല്ലാഹുവേ, ലാളിച്ച് വളർത്തി കുത്തി കൊതി തീരാത്ത, ചുംബിച്ചു കൊതി തീരാത്ത, കണ്ട് ആസ്വദിച്ചു കൊതി തീരാത്ത തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോ ഏത് ഉമ്മക്കാ സഹിക്കാൻ പറ്റുക? നേരെ ആ ചെന്നായുടെ പിന്നാമ്പുറത്തോടുകയാണ്. ആ ഉമ്മ ഓടി അവസാനം ഒരു ഭാഗത്ത് അല്ലാഹുവേ മരുഭൂമിയിലൂടെ ആ കുഞ്ഞിനെയും പിടിച്ച പ്രിയപ്പെട്ട ഉമ്മാന്റെ മുൻവശത്ത് ആ ചെന്നായ ഓടുമ്പോഴാണ് അല്ലാഹു തആല വാനലോകത്തിൽ നിന്ന് കാണുന്നത്. ജിബ്രീലിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ജിബ്രീൽ, ആ കുഞ്ഞിനെ ആ ചെന്നായിയുടെ വായ്ക്കകത്ത് നിന്ന് രക്ഷപ്പെടുത്തി ആ ഉമ്മാന്റെ കൈ മടിത്തട്ടിലേക്കൊന്ന് ഏൽപ്പിക്കുമോ? ആ മടിത്തട്ടിലേക്കൊന്ന് ഏൽപ്പിക്കുമോ? ജിബ്രീൽ ചോദിച്ചു, അതിന്റെ ഭക്ഷണമല്ലേ അല്ലാഹ് നീ കൊടുക്കുന്ന റിസ്കല്ലേ? അപ്പൊ മഹാനായ ജിബ്രീലിനോട് അല്ലാഹ് പറഞ്ഞു, അന്ന് കൊടുത്ത ഒരു പിടിക്ക് പകരമാണ് ഈ പിടി. അന്നൊരു കൊടുത്ത ഒരു പിടി ഭക്ഷണത്തിന് പകരമാണ് ഈ ചെന്നായക്ക് ഞാൻ കൊടുത്ത ഭക്ഷണം. അതുകൊണ്ട് ആ ചെന്നായിൽ നിന്ന് രക്ഷപ്പെടുത്തി ആ ഒരു പിടിക്ക് ഭക്ഷണത്തിന് പകരമായി ആ ചെന്നായിൽ നിന്ന് രക്ഷപ്പെടുത്തി ഉമ്മാക്ക് കൊടുക്കണം. ജിബ്രീൽ വന്നു, ആ ചെന്നായുടെ വായിൽ നിന്ന് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി ഉമ്മാന്റെ കൈകളിൽ ഏൽപ്പിച്ചു. എന്നിട്ട് ജിബ്രീൽ ചോദിച്ചു, അറളീത ലുക്മതം ബിലുക്മ, ആ പിടിക്ക് പകരം ഈ പിടിയെ നീ തൃപ്തിപ്പെട്ടുവോ? എന്റെ പ്രിയപ്പെട്ടവരെ, സ്വതക്ക എന്നുള്ളത് എല്ലാ ആഫത്തുകളെയും ബലാകളെയും മുസീബത്തുകളെയും മോശപ്പെട്ട മരണത്തിനെ വരെ തടയാൻ സ്വതക്കക്ക് കഴിയുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഭൗതിക ലോകത്ത് ആഫിയത്തുള്ളവരായി, ആരോഗ്യമുള്ളവരായി, ഒരുപാട് കാലം നന്മകളിലൂടെ മുന്നേറാൻ, അല്ലാഹുവിന്റെ ദുനിയാവിൽ വെച്ച് നല്ല മനുഷ്യരാവാൻ കേവലം ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടായാൽ പോരെ പ്രിയപ്പെട്ടവരെ. വഹസുന അമലുഹു, സൽക്കർമ്മത്തിന്റെ വാക്താക്കളാവുക. പരിശുദ്ധമായ ദിനങ്ങളാ കടന്നു വരുന്നത്, വിശുദ്ധ പരിശുദ്ധമായ ശഅബാൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ മാസമാണ് ശഅബാൻ. ആ ശഅബാനിലാണ് ബറാഅത്ത് രാവ് ഇനി കടിഞ്ഞാല് വരുന്നതിന്റെ പ്രിയപ്പെട്ടവരെ. പുണ്യങ്ങളുടെ പൂക്കാലങ്ങള്, പുണ്യങ്ങള് പെയ്തിറങ്ങുന്ന പരിശുദ്ധമായ അല്ലാഹുവിന്റെ നന്മകൾ, അവിടുത്തെ ഭീമാരികൾ പെയ്തിറങ്ങുന്ന വിശുദ്ധ റമളാൻ. ആ റമളാനിലൂടെ പഠിച്ചവന്റെ ജീവിതം സമർപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ ഭൗതിക ലോകത്ത് മനുഷ്യരിൽ വെച്ച് നീ ഏറ്റവും ഉത്തമനാണ്, മനുഷ്യരിൽ വെച്ച് നീ ഏറ്റവും ഉത്തമനാണ്. ആ ഉത്തമരിൽ പെടാൻ ദീർഘായുസ് കിട്ടാൻ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു.
കുടുംബബന്ധം മറക്കല്ലേ, മാതാപിതാക്കളുടെ സേവനം തിരസ്കരിക്കല്ലേ. നിനക്ക് അല്ലാഹു തന്ന സമ്പത്തിൽ നിന്ന് ഒരു വീതം പാവങ്ങൾക്കും അല്ലാഹുവിന്റെ ദീൻ കലാലയങ്ങൾക്കും മദ്രസകൾക്ക് കൊടുത്താൽ എത്ര വലിയ ആഫത്ത്, ബലാ, മുസീബത്തുകൾ, മാരക രോഗങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ കാക്കുകയാ. അല്ലാഹു നിനക്ക് സംരക്ഷണം നൽകുകയാ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മെ പെടുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് സമയം വൈകിയതിന്റെ പേരിൽ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മെ ഖൈറിന്റെ